ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ യൂസിങ് ഹാപ്പ് സോഫ്റ്റ്വെയർ. അതായത് ഹാപ്പ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നമുക്ക് എങ്ങനെ ഒരു എയർ കണ്ടീഷനിങ് മെഷീൻ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലൊക്കെ അല്ലെങ്കിൽ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലും തമ്പ് റൂൾ എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ ഹീറ്റ് ലോഡ് ചെയ്യാറുണ്ട്. എസിയുടെ കപ്പാസിറ്റി മനസ്സിലാക്കി എടുക്കാറുണ്ട്. തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിൽ 120 സ്ക്വയർ ഫീറ്റിന് 1 ടണ്ണ് എന്ന് പറയുന്ന രീതിക്ക് എടുക്കാറുണ്ട്. നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഇപ്പോൾ ഹോട്ടല് ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്ന സമയത്ത് 140 സ്ക്വയർ ഫീറ്റിന് 1 ടണ്ണ് വെച്ച് എടുക്കാറുണ്ട്. നിങ്ങൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ 140 സ്ക്വയർ ഫീറ്റിന് 1 ടണ്ണ് എടുത്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായത് ഇപ്പോൾ എനിക്ക് ഈ ഒരു ക്ലാസ് റൂമിൽ ഇത് 5 മീറ്ററും ഇത് 10 മീറ്ററും ആണെങ്കിൽ ഇതിന്റെ ഫ്ലോർ ഏരിയ എത്ര വരും? 50 മീറ്റർ സ്ക്വയർ വരും. ഇതിനെ സ്ക്വയർ ഫീറ്റിലോട്ട് മാറ്റുമ്പോൾ 50 × 10.765 ഏകദേശം 500 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വരും. അത് ഏകദേശം 538.2 ഇഞ്ച് ഇത്രയും സ്ക്വയർ ഫീറ്റ് വരും. അപ്പോൾ നമ്മളിപ്പം ഇൻ കേസ് 120 സ്ക്വയർ ഫീറ്റിനാണ് 1 ടണ്ണ് കൺസിഡർ ചെയ്യുമെങ്കിൽ ഈ സ്പേസിനകത്ത് എത്ര ടണ്ണിന്റെ AC വേണ്ടി വരും? 538.2 ഇഞ്ച് ഡിവൈഡഡ് ബൈ 120 സ്ക്വയർ ഫീറ്റ്. അപ്പം ഏരിയ സ്ക്വയർ ഫീറ്റിൽ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 120 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പേസിന്റെ ടൺ ഓഫ് റെഫ്രിജറേഷൻസ് കിട്ടും. ഏകദേശം 4.48 അല്ലെങ്കിൽ 4.5 ടണ്ണിന്റെ AC ആണ് എനിക്ക് ഈ സ്പേസിനകത്ത് വേണ്ടതെന്ന് കിട്ടും. ഇത് തമ്പ് റൂളാണ് അല്ലെ? ഇത് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല. തമ്പ് റൂളിന് ഒരു പ്രശ്നമുണ്ട്. അത് ചിലപ്പം ഓവർ സൈസിങ് ആയിരിക്കാം അല്ലെങ്കിൽ അണ്ടർ സൈസിങ് ആയിരിക്കാം. ചിലപ്പോൾ നമുക്ക് ആക്ച്വലി വേണ്ടത് 3 ടണ്ണാണ്. 3 ടണ്ണിന് പകരം നമ്മൾ 4 ടണ്ണാണ് എടുക്കണമെങ്കിൽ അതിനെ നമ്മൾ ഓവർ സൈസിങ് എന്നും, 3 ടണ്ണിന് പകരം നമുക്ക് ചിലപ്പോൾ 1.5 ടണ്ണിന്റെ ആണ് എടുക്കണമെങ്കിൽ നമ്മൾ അതിനെ അണ്ടർ സൈസിങ് എന്നും പറയും. ഇത് രണ്ടും ACയെ സംബന്ധിച്ച് നല്ലതല്ല എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഓവർ സൈസിങ്ങും ചെയ്യാൻ പാടില്ല, അണ്ടർ സൈസിങ്ങും ചെയ്യാൻ പാടില്ല. നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വേണം നമ്മുടെ AC മെഷീൻസ് സെലക്ട് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് ചെയ്യേണ്ടത്. മാനുവലി ചെയ്താലും ആ ഒരു മാനുവൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് ഓരോ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത് പോവാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഹാപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് കരിയർ കോർപ്പറേഷന്റെ ആണ് ഹാപ്പ് എന്ന് പറയുന്നത്. കരിയർ AC ഒക്കെ ഉണ്ടല്ലോ, അത് അവരുടെ കമ്പനിയാണ്. ഹവർലി അനാലിസിസ് പ്രോഗ്രാം എന്ന് പറയും. അപ്പം നമുക്ക് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ യൂസിങ് ഹവർലി അനാലിസിസ് പ്രോഗ്രാം ഇത് വെച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാനൊരു പ്രോജക്റ്റ് എടുക്കാം. കണ്ടില്ല? നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബിൽഡിങ്ങിന്റെ ഫ്ലോർ പ്ലാൻ. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു സ്പേസിനെ നമുക്ക് മേളിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ കാണുന്നു അത്. ഇതൊരു അബുദാബിയിൽ വരുന്ന ഒരു ബാങ്ക് ബിൽഡിംഗ്. അതിന്റെ ട്രെയിനിങ് റൂമൊക്കെ വരുന്ന ഫസ്റ്റ് ഫ്ലോർ ആണ്, 1ാമത്തെ നില. ഇവിടെ നോക്കിയാൽ നമുക്കൊരു ട്രെയിനിങ് റൂം ഉണ്ട് അല്ലെ? ഇവിടെ ഒരു ട്രെയിനിങ് റൂം 1 ഉണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് ട്രെയിനിങ് റൂം 2 ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു IT സെർവർ റൂം ഉണ്ട്. ഇതെന്ന് പറയുന്നത് സ്റ്റെയർ ലോബിയാണ്. അതായത് ഇത് നമ്മുടെ സ്റ്റെയർ കയറി വരുന്നതാണ്. ഈ ഒരു ഏരിയ നമ്മൾ സ്റ്റെയർ വെൽ എന്ന് പറയും, സ്റ്റെപ്പ് കയറി വരുന്നത്. ഈ സ്റ്റെയർ വെല്ല് നേരെ കയറി വന്ന് ഇറങ്ങുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റെയർ ലോബി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെയർ വെല്ല് ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട് സ്റ്റെയർ വെല്ല്. ഈ സ്റ്റെയർ വെല്ലിൽ നിന്ന് നമ്മൾ നേരെ ഈ ഒരു സ്പേസിലോട്ട് ഇറങ്ങിയിട്ട്, അതായത് ഈ സ്റ്റെയർ വെല്ലിൽ നിന്ന് നമ്മൾ ഈ ഒരു ഡോർ വഴി നേരെ ഈ ലോബിയിൽ ഇറങ്ങി പിന്നെ നേരെ നമ്മൾ ഇവിടെ എത്തും. ഈ ഒരു സ്റ്റെയർ കയറി ഈ ലോബിയിൽ വന്ന് ഈ ഡോർ തുറന്ന് ഇവിടെ എത്തും. ഈ കാണുന്നതാണ് നമ്മുടെ കൊറിഡോർ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു T ഷേപ്പിൽ കിടക്കുന്നതാണ് നമ്മുടെ കൊറിഡോർ. ഈ കൊറിഡോർ വഴിയാണ് ഓരോ സ്പേസിലോട്ടും നമുക്ക് എന്തുള്ളത്? എൻട്രി ഉള്ളത്. ഇതിലോട്ടൊക്കെ എൻട്രി ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ട്രെയിനിങ് റൂം 1 ആണ്, ട്രെയിനിങ് റൂം 2 ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റെയർ ലോബിയാണ്. IT സെർവർ റൂം ഉണ്ട്. ഇവിടെ നമുക്കൊരു ഡിസ്കഷൻ റൂം 1 ഉണ്ട്, ഡിസ്കഷൻ റൂം 2 ഉണ്ട്, ഡിസ്കഷൻ റൂം 3 ഉണ്ട്. ഇവിടെ നമുക്ക് ട്രെയിനിങ് റൂം 3 ഉണ്ട്, ട്രെയിനിങ് റൂം 4 ഉണ്ട്. ഇത് ലിഫ്റ്റ് ലോബിയാണ്. ഈ കാണുന്നതാണ് എലവേറ്റർ എന്ന് പറയുന്നത്. ഈ ലിഫ്റ്റ് ഇറങ്ങി നേരെ വന്നിറങ്ങുന്നത് എവിടെയാണ്? ലിഫ്റ്റ് ലോബിയിലാണ്. ലിഫ്റ്റ് ലോബി
അപ്പം ഈ സ്റ്റെയർ വന്ന് നേരെ ഇറങ്ങുന്നതും ഈ കാണുന്ന ലിഫ്റ്റ് ലോബിയുടെ ഫ്രണ്ടിലാണ്. ഇവിടുന്ന് നേരെ കൊറിഡോറിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കൊറിഡോറിൽ നിന്ന് ഈ കാണുന്ന സ്പേസുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പാൻട്രി ഉണ്ട്. പാൻട്രി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കിച്ചണാണ്. ഓഫീസിൽ നമുക്ക് ഫുഡൊക്കെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കിച്ചണാണ് പാൻട്രി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ലിഫ്റ്റ് ലോബിയിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കാണാം, 2 ഡോറുള്ള. ഇത് നമ്മുടെ ജെൻസ് ടോയ്ലറ്റും ഇത് ലേഡീസ് ടോയ്ലറ്റും ആണ്. ആ ടോയ്ലറ്റിനകത്തോട്ട് കയറുന്ന ഭാഗത്തുള്ള ലോബിയാണ്, ടോയ്ലറ്റ് ലോബിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്തുള്ള ഹീറ്റ് ലോഡ് കണ്ടുപിടിച്ച് ഇതിനകത്ത് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് നമുക്ക് പ്രപ്പോസ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഇവിടുത്തെ ഡിസൈൻ പഠിച്ച് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് ലോഡ് പഠിച്ച് മെഷീൻ സെലക്ഷൻ പഠിച്ച് ഡക്ട് ഡിസൈന്, എയർ ടെർമിനൽ സെലക്ഷൻ, ESP കാൽക്കുലേഷൻ, ചിൽഡ് വാട്ടർ പൈപ്പ് സൈസിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസൈൻ എല്ലാം പഠിച്ചതിന് ശേഷം ലാസ്റ്റ് ഈ പറയുന്ന ഡിസൈൻ എല്ലാം കൂടെ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതിന്റെ തുടക്കമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തത് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയും. ഇതില് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് എന്തെന്ന് പറയാം, ഫ്ലോർ പ്ലാൻ ആണ്. ഫ്ലോർ പ്ലാൻ അല്ല, ശരിക്കും ഇത് ഫർണിച്ചർ ലേഔട്ട് ആണ്. ശരി, ചിലപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൽ ചില ഭാഗത്ത് ഇതുപോലെ ഹാച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഡ്രോയിങ്ങിനകത്ത് ക്ലൗഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ ഇങ്ങനെ ക്ലൗഡ് ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഡ്രോയിങ്ങിൽ ഇങ്ങനെ ക്ലൗഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ ഡ്രോയിങ്ങിന്റെ സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഞാൻ ഇതിന്റെ ഷീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഡ്രാഫ്റ്റിംഗ് ക്ലാസ്സിൽ പഠിക്കും, നമ്മൾ മോഡൽ ചെയ്യുന്നത് അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ലേഔട്ട് വരച്ചുണ്ടാക്കുന്നത് മോഡലിലും നമ്മൾ ഷീറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നത് ലേഔട്ടിലുമാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഈ ലേഔട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഹാച്ച് ചെയ്തേക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹാച്ച്ഡ് പോർഷൻസ് ഈസ് നോട്ട് അണ്ടർ ദ സ്കോപ്പ് ഓഫ് ഫിറ്റ് ഔട്ട് കോൺട്രാക്ടർ ഉണ്ട്. അതായത് ഈ ഹാച്ച് ചെയ്ത ഏരിയയിൽ നമുക്ക് ഒന്നും സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടത് ഇല്ല എന്നാണ്. അപ്പോൾ നമുക്കത് ഒമിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഫ്രഷ് പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതൊരു ഫിറ്റ് ഔട്ട് പ്രൊജക്റ്റ് ആണ്. ഫ്രഷ് ആണെങ്കിൽ ഫിറ്റ് ഔട്ട് ആണെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ് സെയിം തന്നെയാണ്. അപ്പോൾ ഹാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റ് ആയിരിക്കും. ഒരു വലിയ പ്രൊജക്റ്റ്, ഇപ്പോൾ ദുബായ് മാള്, വലിയൊരു ദുബായ് മാളാണെങ്കിൽ അവിടെ ചെറിയൊരു ഏരിയയിൽ ഇങ്ങനെ ഹാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിനർത്ഥം ചിലപ്പോൾ ഈ ഹാച്ച് ചെയ്ത ഏരിയ ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. ഹാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു റീസൺ കാണും. അതെന്താണെന്ന് ആ ഡ്രോയിങ്ങിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അവർ എഴുതിയിട്ടും ഉണ്ടാവും. അപ്പൊ ഡ്രോയിങ് നന്നായിട്ട് റീഡ് ചെയ്യണം നമ്മൾ. ശരി, ഇനി നമുക്ക് ഈ ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിലൊക്കെ അതേണ്ട ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു റീജിയൻ കാണും. ഇതുണ്ട് ക്രോസ് റീജിയൻസ്. അത് ഈ ഒരു പ്രൊജക്റ്റിൽ അവിടെ മാത്രമല്ല വേറെ പല ഭാഗത്തും ഉണ്ടാവും. എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേണ്ട ഇവിടെ എനിക്ക് ഈ ഒരു ക്രോസ് മാർക്ക് ഉണ്ട്. ഇതേണ്ട ഇവിടെ ഉണ്ട്. പിന്നെ ഇതേണ്ട ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ ഒരു റീജിയനെ നമ്മൾ ബിൽഡിംഗ് ഷാഫ്റ്റ് എന്ന് പറയും. ബിൽഡിംഗ് ഷാഫ്റ്റ് എന്ന് പറയാറുണ്ട്. ബിൽഡിങ്ങിന്റെ ഡക്ട് എന്ന് പറയാറുണ്ട്. HVAC ഡക്ട് അല്ല, ബിൽഡിംഗ് ഡക്ട് എന്ന് പറയാറുണ്ട്. ഇതിനെ നമ്മൾ OTS എന്നും പറയാറുണ്ട്. അതായത് ഓപ്പൺ ടു സ്കൈ ഏരിയ എന്നും പറയാറുണ്ട്. പക്ഷെ ഷാഫ്റ്റും OTSും തമ്മിലുള്ള വ്യത്യാസം, ഷാഫ്റ്റിന്റെ മേൽഭാഗം ക്ലോസ്ഡ് ആയിരിക്കും. അത് അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ OTS എന്ന് പറയും. എന്താ ഇതിന്റെ ഉപയോഗം? ഷാഫ്റ്റ്, ബിൽഡിങ്ങിന്റെ ഷാഫ്റ്റ് മേൾ മുതൽ താഴെ വരെയുള്ള ഒരു കണ്ടിന്യൂസ് റീജിയൻ ആണ് നമ്മുടെ ബിൽഡിംഗ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, എനിക്കൊരു ഹൈ റൈസ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, ഇതൊരു ഹൈ റൈസ് ബിൽഡിംഗ് ആണ്. ഇതെനിക്ക് ഗ്രൗണ്ട് ലെവലാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇങ്ങനെ ഒരുപാട് ഇത് കാണും. മേളിൽ എനിക്കൊരു എയർ കണ്ടീഷനിങ് മെഷീൻ ഉണ്ട്. ഈ എയർ കണ്ടീഷനിങ് മെഷീൻ്റെ ഡക്റ്റ് താഴോട്ട് കൊണ്ടുവരണം. എന്നിട്ട് എല്ലാ ഫ്ലോറിലും എനിക്ക് എയർ കൊടുക്കേണ്ടതുണ്ട്. ഫ്രഷ് എയർ ആണെന്ന് വെച്ചോളൂ. അങ്ങനെ ഈ ഡക്റ്റ് താഴോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഈ വരുന്ന ഓരോ സ്ലാബിലും ഹോൾ അടിച്ചാൽ മാത്രമേ എനിക്ക് ആ ഡക്റ്റ് താഴോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലേ? അതിന് പകരം ഞാൻ മേള് മുതൽ താഴെ വരെ കണ്ടിന്യൂസ് ആയിട്ടൊരു റീജിയൻ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കട്ട് ചെയ്യാതെ തന്നെ ഈ ഒരു റീജിയനിലൂടെ എനിക്ക് സർവീസിനെ കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിൽഡിങ്ങിന്റെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പം ഡ്രെയിനേജിന്റെ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈയുടെ ഒക്കെ പൈപ്പ് പുറത്ത് എക്സ്പോസ്ഡ് ആണ്, അല്ലേ, ബാക്ക് സൈഡിൽ. പക്ഷേ ബിൽഡിങ്ങിന് അത്രത്തോളം എസ്തെറ്റിക്സ് കൊടുക്കുമ്പോൾ, കാരണം ഗൾഫിലൊന്നും സർവീസുകൾ പുറത്തോട്ട് എക്സ്പോസ് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല. അതെല്ലാം റൂമിനകത്ത് തന്നെ ഹിഡൻ ആയിട്ടിരിക്കും.
അപ്പൊ അങ്ങനെ സർവീസുകൾ നമ്മൾ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ ബിൽഡിങ്ങിന്റെ ഷാഫ്റ്റ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഡക്ട് എന്ന് പറയുന്നത്. ഈ ബിൽഡിങ്ങിന്റെ ഡക്ട് മേൾഭാഗത്ത് തുറന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ OTS റീജിയൻ എന്ന് പറയും, ഓപ്പൺ ടു സ്കൈ റീജിയൻ എന്ന് പറയും. മേൾഭാഗത്ത് അടച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഷാഫ്റ്റ് എന്നും പറയാം. ശരിക്കും ഷാഫ്റ്റിന്റെയും OTSന്റെയും യൂസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ സെയിം തന്നെയാണ്. ഷാഫ്റ്റിന്റെ ഏറ്റവും മേൾഭാഗം, ബിൽഡിംഗ് ഷാഫ്റ്റിന്റെ ഡോഗ് ഹൗസ് എന്ന് പറയും. അതിന്റെ ഏറ്റവും മേൾഭാഗത്തിന് ടോപ്പിന് ഒരു എൻക്ലോഷർ എടുക്കാറുണ്ട്. ഏറ്റവും മേളില് ഇതാണ് ബിൽഡിംഗ് ഷാഫ്റ്റിന്റെ ടോപ്പ്. പക്ഷെ അതിങ്ങനെ ഇതുപോലെ ഇരിക്കണം. ഈ ഷാഫ്റ്റ് ശരിക്കും മേളിൽ ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചേക്കും. ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ബിൽഡിംഗ് ആണ്, ഇത് ഷാഫ്റ്റ് ആണെങ്കിൽ സർവീസ് ഇങ്ങനെ ഈ ഷാഫ്റ്റിലൂടെ താഴോട്ട് പോകും. പക്ഷെ ഷാഫ്റ്റ് മേളിൽ എന്ത് ചെയ്തു, ഇങ്ങനെ അടച്ചു വെച്ചു. ഈ സൈഡിലായിരിക്കും ഹോൾ വരിക. അപ്പൊ എന്ത് ചെയ്യാം, മഴവെള്ളമോ കാര്യങ്ങളോ ഒന്നും നേരെ അതിനകത്തോട്ട് വീഴത്തുമില്ല. അപ്പൊ ഈ ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്നതിനെ നമ്മൾ ജനറലി പറയുന്ന ഡോഗ് ഹൗസ് എന്നാ പറയാം. പട്ടിക്കൂട് പോലെ ഇരിക്കുന്നതുകൊണ്ട് അതിനെ ഡോഗ് ഹൗസ് എന്ന് പറയും, ഇല്ലെങ്കിൽ എൻക്ലോഷർ എന്നും പറയാറുണ്ട്. എൻക്ലോഷർ എന്നും പറയാറുണ്ട്. ഇത് മേസണറി കൺസ്ട്രക്ഷൻ ആണ്. സാധാരണ നമ്മൾ എന്താ GIയുടെ ട്രസ് വർക്ക് പോലെ ചെയ്തിട്ട് അടച്ചു വെക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ബിൽഡിങ്ങിന്റെ ഷാഫ്റ്റ് എന്ന് പറയും. അപ്പം ഈ ഷാഫ്റ്റിലൂടെ വേണം നമ്മൾ സർവീസുകൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ എവിടെയൊക്കെ സാധാരണ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ, ബുദ്ധിയുള്ള ആർക്കിടെക്ട് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ടോയ്ലറ്റ് ഏരിയയുടെ അടുത്ത് ഷാഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. കാരണം ഡ്രെയിനേജിന്റെ പൈപ്പ്, വാട്ടർ സപ്ലൈയുടെ പൈപ്പ്, എക്സോസ്റ്റിന്റെ ഡക്റ്റുകൾ എല്ലാം പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ടോയ്ലറ്റിന്റെ അടുത്ത് നമുക്ക് ഷാഫ്റ്റുകൾ ഉണ്ടാവും. പിന്നെ ഈ പുതിയതായിട്ട് വരുന്ന ആർക്കിടെക്റ്റുകൾക്ക് ഈ സർവീസുകളെ കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടാവില്ല. അപ്പം എൻ്റെ അടുത്ത് ചിലപ്പോൾ ഈ ആർക്കിടെക്റ്റുകളും സിവിൽ എഞ്ചിനീയേഴ്സും ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, നമുക്ക് ഈ കോഴ്സ് പഠിക്കാമോ MEP എന്ന്. അപ്പൊ കരിയറിന്റെ തുടക്കത്തിൽ ഞാൻ അവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം MEP എപ്പോഴും നമുക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്കാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അല്ലാതെ ഇപ്പൊ സിവിൽ എഞ്ചിനീയർക്ക് പഠിച്ചൂടെ എന്ന് ചോദിച്ചാൽ പഠിക്കാം, ആർക്കിടെക്റ്റിന് പഠിച്ചൂടെ പഠിക്കാം. നിങ്ങൾ ആൾറെഡി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ MEP ഒഴിവാക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നാൽ പഠിക്കാം. അല്ലാതെ നമ്മളിപ്പം സിവിൽ പഠിച്ച ഒരാൾ MEPയിലോട്ട് വരുന്നത് അയാളുടെ കരിയറിനെ നമ്മൾ മിസ്ലീഡ് ചെയ്ത് വിടുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കിടെക്റ്റുകൾക്ക് നല്ലൊരു ആർക്കിടെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ബിൽഡിങ്ങിനകത്ത് വരുന്ന സർവീസുകളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇത്ര ഷാഫ്റ്റ് കൊടുക്കണം, ആ ഷാഫ്റ്റിലൂടെ ഇത്ര സർവീസുകൾ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് എയർ കണ്ടീഷനിങ്ങും ഫ്രഷ് എയറും വരുമ്പോൾ ആ ഷാഫ്റ്റ് 2 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്ററിന്റെ ഷാഫ്റ്റ് കൊടുക്കണം. ഇന്ന സ്ഥലത്ത് ഞാൻ ഒരു സർവീസ് ഫ്ലോർ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, ഇന്ന സ്ഥലത്ത് പമ്പ് റൂം കൊടുക്കേണ്ടതുണ്ട്, ഇന്ന സ്ഥലത്ത് ചില്ലർ പ്ലാന്റിന് ഏരിയ കൊടുക്കേണ്ടതെന്നുള്ള ഐഡിയ ആർക്കിടെക്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് MEP പഠിച്ചാലേ പറ്റുള്ളൂ. സിവിൽ എഞ്ചിനീയേഴ്സ് കുറച്ച് നാൾ കഴിഞ്ഞ് സീനിയേഴ്സ് ഒക്കെ ആയി, ടീം ലീഡറായി, അസിസ്റ്റന്റ് മാനേജർ പൊസിഷനിലോട്ട് എത്തുമ്പോൾ അവർക്ക് MEP കൂടെ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അതിനെ മാറ്റി നിർത്തി അവർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം മീറ്റിംഗിലൊക്കെ പോയിരിക്കുമ്പോൾ ടെക്നിക്കലി നോളജ് ഉള്ള ആൾക്കാരുമായിട്ട് മുട്ടി നിൽക്കാനായിട്ട് ഇവർക്ക് പറ്റാതെ വരും. അപ്പൊ നമുക്ക് ഓൺലൈനിൽ ഒരുപാട് ആർക്കിടെക്റ്റുമാരും ഈ 20-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള സിവിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്. എന്താ, അവർ പ്രൊജക്ട് മാനേജേഴ്സ് ആണ്. ഇപ്പൊ ഈ പ്രസന്റ് ബാച്ചിൽ നാഗരാജു എന്ന് പറയുന്ന ഒരു 50+ ഇയർ ഉള്ള ഒരാൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവർ പക്ഷെ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത് ഒഴിവാക്കി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അങ്ങനെ പഠിക്കാം, അല്ലാതെ നമുക്ക് വേസ്റ്റ് ആണ്. ശരി, അപ്പം ഒരുവിധം നമുക്ക് ടോയ്ലറ്റ് ഇപ്പൊ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർക്കിടെക്റ്റുകൾ എപ്പോഴും സർവീസസിന് ഇമ്പോർട്ടൻസ് നെഗ്ലക്ട് ചെയ്യാറുണ്ട്. അവർക്ക് സർവീസസിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. അതായത് നമ്മൾ ചിലപ്പം ഒരു സ്റ്റെയറിന്റെ അടിയിൽ തന്നെ ടോയ്ലറ്റ് പണിഞ്ഞു വെക്കുക എന്ന് പറയില്ലേ, ശരിക്കും ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ടോയ്ലറ്റിന്റെ അടുത്തൊരു ഷാഫ്റ്റ് വേണ്ടതും ആ ഷാഫ്റ്റിന്റെ വലിപ്പം കൂട്ടേണ്ടതും. പക്ഷെ ആ ഷാഫ്റ്റിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ആ ഒരു സ്പേസിന്റെ ഇന്റേണൽ വോളിയം കുറഞ്ഞു പോകുന്നത് കൊണ്ട് ആർക്കിടെക്റ്റിന് അതെന്താ, അവനെപ്പോഴും സ്പേസ് ഒരു കൺസേൺ അല്ലേ. അയ്യോ എന്റെ സ്പേസിന്റെ വലിപ്പം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയും. എന്നാൽ ഒരു സിവിൽ കൺസ്ട്രക്ഷൻ മാത്രം നടന്നെന്ന് പറഞ്ഞിട്ട് ആ ബിൽഡിങ്ങിനകത്ത് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുമോ? സർവീസുകൾക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. അതുകൊണ്ട് നല്ല ബിൽഡിങ്ങുകളിൽ എപ്പോഴും ഇതുപോലുള്ള ഏരിയാസിന്റെ അടുത്ത് നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ടാവാം, ഇല്ലെങ്കിൽ നമ്മൾ ഷാഫ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളൊരു കമ്പനിയിൽ കൺസൾട്ടന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആർക്കിടെക്ചർ ലേ ഔട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആർക്കിടെക്ട് നേരെ നമ്മുടെ അടുത്ത് വരും, ഷാഫ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറയും. എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഷാഫ്റ്റുകൾ വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് തരുമോ, അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് ഡയമെൻഷൻ തരാമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരും. ആ സമയത്ത് ടോയ്ലറ്റിന്റെ അടുത്ത് എവിടെയായിട്ടൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ അതനുസരിച്ച് അവരെന്ത് ചെയ്യും, ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ സർവീസിന് എന്തില്ല, പ്രശ്നമില്ല. ശരി,
പക്ഷെ ഈ ഒരു സ്പേസിൽ നമുക്ക് ഷാഫ്റ്റിന്റെ എണ്ണം അല്ലെങ്കിൽ വലിപ്പം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഈ ഒരു സ്പേസിൽ. അത് നമുക്കിപ്പം എനിക്കിപ്പോ ഒരു ഷാഫ്റ്റ് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് എനിക്കിപ്പോ കണ്ടുപിടിക്കും. ഇപ്പൊ അപ്രോക്സിമേറ്റ്ലി ഇതിനകത്തൊരു ഷാഫ്റ്റ് വന്ന് എൻ്റെ അടുത്ത് ഒരു ആർക്കിടെക്ട് വന്ന് ചോദിക്കാം ഇതിനകത്ത് എത്ര എൻ്റെ ഷാഫ്റ്റ് എയർ കണ്ടീഷനിങ്ങിന് വേണമെന്ന് ചോദിക്കുള്ളൂ. ഞാനിപ്പം എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാനിപ്പം ഈ ഒരു ഏരിയയുടെ ഡയമെൻഷൻ എടുക്കാം. ഉദാഹരണം ഞാനിപ്പോൾ ഒരു റെക്ടാങ്കിൾ എടുത്തിട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ലൈൻ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു ഡയറക്ഷൻ എത്രയുണ്ട്? ഈ ഒരു ഡയറക്ഷൻ ഏകദേശം ഒരു 30 മീറ്ററും ഈ ഒരു ഡയറക്ഷൻ 18 മീറ്ററും ഉണ്ട്. അതിന്റെ സ്റ്റെയർ ഒക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30/18 30 × 18 ഏകദേശം 540 മീറ്റർ സ്ക്വയർ വരും. ഇതിന്റെ ഒരു 80% എടുക്കും, കാരണം സ്റ്റെയർ ഒക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. ഇതിന്റെ ഒരു 80% ഞാൻ എടുക്കുന്നു. എഫക്റ്റീവ് ആയിട്ട് 432 മീറ്റർ സ്ക്വയറിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് കൊടുക്കേണ്ടി വരും. ഏതാ? എയർ കണ്ടീഷനിങ് കൊടുക്കേണ്ടി വരും. ഈ 432 × 10.765 കൊടുത്താൽ നമുക്കത് സ്ക്വയർ ഫീറ്റിലോട്ട് മാറും. അപ്പൊ ഞാൻ സാധാരണ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ 250 160 സ്ക്വയർ ഫീറ്റിലൊക്കെ ഒരു ടണ്ണ് മതി തമ്പറുകളാണെങ്കിൽ. ഞാൻ ഇതിനെ ഒരു 160 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം 29 ടണ്ണാണ് ഇവിടെ വേണ്ടത്. ഒരു ടണ്ണിന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് വേണ്ടത് 400 CFM ആണ്. അപ്പൊ എന്തായി? 11,620 CFM ആണ് ഇവിടെ എനിക്ക് എയർ ഫ്ലോ വേണ്ടത്. ഈ 11,626-നെ ഞാൻ 2.119 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് LPS കിട്ടി. 5,486 LPS കിട്ടി. ഈ LPS-നെ ഞാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ ക്യൂബും കിട്ടി. അതായത് ഈ ഒരു സ്പേസിനകത്ത് എനിക്ക് വേണ്ട എയർ ഫ്ലോ റേറ്റ് 5.4 ഇത്രയും മീറ്റർ ക്യൂബാണ്. ഇനി ഇതിനകത്ത് ഈ ഒരു ഫ്ലോ റേറ്റിനെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡക്റ്റിന്റെ ഏരിയ കണ്ടുപിടിക്കാം. സാധാരണ ഒരു 7.5 മീറ്റർ/സെക്കൻഡ് വരെ AHUവിന്റെ ഒക്കെ വെലോസിറ്റി വരാം. ഞാനിപ്പോൾ സേഫ്റ്റിക്ക് 6 ഇടുന്നു. ഇതേ ഡിവൈഡഡ് ബൈ 6 ഇട്ടു. അപ്പൊ എനിക്ക് എത്ര കിട്ടി? ഡക്റ്റിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എനിക്ക് വേണ്ടത് 0.91 ആണ്. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. എനിക്ക് വേണ്ട ഡക്ട് 950/950 ഡക്ട് ആണ്. 1 മീറ്ററിന്റെ ഡക്ട് കൂട്ടിക്കും. എനിക്ക് വേണ്ട ഡക്ട് 1 മീറ്റർ. അപ്പോൾ 1 മീറ്ററിന്റെ സപ്ലൈയും 1 മീറ്ററിന്റെ റിട്ടേണും വേണം. അപ്പൊ എനിക്ക് ഡക്ട് മിനിമം എത്ര വേണ്ടി? ഷാഫ്റ്റ് മിനിമം ഇവിടെ എത്ര വേണ്ടി വരും? 1 മീറ്ററാണ്. അപ്പൊ ഇത് 1 മീറ്റർ വേണം, ഇത് 1 മീറ്റർ വേണം, ഇതും 1 മീറ്ററിലേ വേണ്ടത്. അപ്പൊ ഏകദേശം എനിക്കൊരു 2 മീറ്റർ/1 മീറ്ററിന്റെ എയർ കണ്ടീഷനിങ് ഷാഫ്റ്റ് വേണം. ഇതിന്റെ ഒരു 10% എനിക്ക് എന്തിനു വേണം? വെന്റിലേഷൻ വേണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം, പേടിക്കണ്ട. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പോയി ഡിസൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇന്ന സ്ഥലങ്ങൾ ഇന്ന വലുപ്പത്തിലുള്ള. ഇപ്പൊ എനിക്കിപ്പോൾ ഈ ഒരു സൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലംബിങ്ങിന്റെ ഷാഫ്റ്റ് ചോദിക്കുകയാണ്, എനിക്കറിയാം എത്ര എൻ്റെ ആണെന്ന്. കാരണം അപ്രോക്സിമേറ്റ്ലി അവിടെ സോയിലിൽ വരുന്നത് 4 ഇഞ്ചിന്റെ പൈപ്പും വേസ്റ്റിൽ വരുന്നത് 3 ഇഞ്ചിന്റെ ആയിരിക്കും. അത് 4 ഇഞ്ച് കൂട്ടാം. വെന്റിന് ഒരു മാക്സിമം ഒരു 3 ഇഞ്ചിന്റെ പൈപ്പ് വരും. അപ്പൊ ഈ 3 പൈപ്പും കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ സപ്ലൈയും എക്സോസ്റ്റും അവിടെ എത്ര വേണമെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതെനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അത് നിങ്ങളിപ്പോൾ അത് പഠിക്കാറുള്ളതായില്ല. നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്ത് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. പക്ഷെ അതുകൊണ്ട് അത് ഇൻഡെപ്ത് ആയിട്ട് ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഷാഫ്റ്റ് മാർക്ക് ചെയ്യുന്നതൊന്നുമില്ല. ഷാഫ്റ്റ് നമുക്ക് തുടക്കത്തിലെ ഏകദേശം രൂപം വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശരി. ഇല്ല, AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റ് മാക്സിമം റൂഫിൽ കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇവിടെ നമ്മളൊരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ കൊടുത്തൂടെ എന്ന് ചോദിച്ചാൽ കൊടുക്കാം, കൊള്ളാം. പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താല്, ഇപ്പോ ഈ ഒരു മെഷീൻ ഡിസൈൻ ചെയ്യുന്ന ഒരു ആംബിയന്റ് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ഒരു മെഷീൻ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് 35 ഡിഗ്രി അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ കണ്ടൻസറിൽ കയറി ഹീറ്റ് റിജക്ട് ചെയ്യുന്ന രീതിക്കാണ്. അപ്പൊ നമ്മൾ ഈ ഷാഫ്റ്റിനകത്ത് ഇതിനെ വെക്കുമ്പോൾ ഈ ഒരു AC മെഷീൻ ഇതിന്റെ കണ്ടൻസർ ഹീറ്റ് ഈ ഒരു ഷാഫ്റ്റിനകത്ത് തന്നെ അടിച്ചുവിടും. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിനകത്തുള്ള ടെമ്പറേച്ചർ എയർ സർക്കുലേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഇത് മാനുഫാക്ചർ ഡിസൈൻ ചെയ്യുന്ന ആംബിയന്റ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനേക്കാളും കൂടിപ്പോകും. ആ സമയത്ത് AC-യുടെ കപ്പാസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഷാഫ്റ്റിന്റെ ഏറ്റവും മുകളിൽ നമ്മളൊരു എക്സോസ്റ്റ് ഫാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൊടുക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു പ്രോപ്പർ OTS റീജിയൻ അല്ലെങ്കിൽ ഷാഫ്റ്റ് വെന്റിലേറ്റഡ് ഷാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്ഡോർ യൂണിറ്റുകൾ ഷാഫ്റ്റിനകത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ AC-യുടെ പെർഫോമൻസിനെ അത് ബാധിക്കാറുണ്ട്. ഇതെങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സാധാരണ ഹൈ റൈസ് ബിൽഡിങ്ങിലൊക്കെ നമുക്ക് ഈ സ്പ്ലിറ്റ് AC ഒക്കെ ആണെങ്കിൽ സ്പ്ലിറ്റ് AC-യുടെ ഇൻഡോർ യൂണിറ്റ് മുതൽ ഔട്ട്ഡോർ യൂണിറ്റ് വരെയുള്ള ഹൈറ്റ് നോർമൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരു 7 മീറ്ററിന്റെ താഴെ നിൽക്കണം.
എന്നാൽ അത് മാക്സിമം ഒരു 15 മീറ്റർ വരെ കൊണ്ടുപോകാം. VRV VRF ഒക്കെ ആണെങ്കിൽ 45 മീറ്റർ വരേക്കും വരാം. പക്ഷേ ആ സമയത്ത് ഹൈ റൈസ് ബിൽഡിങ്ങിൽ എനിക്കിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു AC ഉണ്ട്, ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ ഹൈറ്റ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡോർ യൂണിറ്റിന്റെ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യും, വാളിന്റെ സൈഡിൽ, ചുമരിന്റെ സൈഡിൽ അടിച്ചു വെക്കും. അത് പക്ഷേ ബിൽഡിങ്ങിന്റെ ഭംഗിയെ ബാധിക്കും. കാരണം സൈഡിൽ ഇങ്ങനെ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ഇരിക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ ലുക്കിനെ ബാധിക്കാൻ അതൊരു ഫാക്ടറാവും. ഇല്ലെങ്കിൽ ഓരോ 7 ഫ്ലോറുകൾക്കിടയ്ക്കും എന്ത് ചെയ്യും, ഒരു സർവീസ് ഫ്ലോർ കൊടുക്കും. ആ ഒരു സർവീസ് ഫ്ലോറിലോട്ട് ഇതിനെ കൊണ്ടങ്ങ് വയ്ക്കും. അപ്പൊ അറിയില്ല. അപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, OTS അടുത്ത് കൊടുത്തിട്ട് OTSനകത്ത് കൊടുക്കണം. അത് ആർക്കിടെക്റ്റ് ആണ് ശരിക്കും തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഇത് ഇരിക്കണമെന്നുള്ളത്. നമ്മൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്ത്. അതെ, നമുക്ക് മാർക്ക്. ഇപ്പൊ OTS ഉണ്ടെങ്കിൽ, ഇപ്പൊ ഹൈ റൈസ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഓരോ 7 മീറ്റർ ഡിസ്റ്റൻസിലും സാധാരണ ഓരോ 7 ഫ്ലോർ കഴിഞ്ഞതിന് ശേഷവും മുകളിൽ എന്തുണ്ടാവും, ഒരു സർവീസ് ഫ്ലോർ ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് റൂഫ് വരേക്കും സർവീസുകൾ എത്തിക്കുക എന്ന് പറയുന്നത് ആ സർവീസിന്റെ കപ്പാസിറ്റി ഒക്കെ വളരെ കൂട്ടാനായിട്ട് സാധ്യത. അപ്പൊ ഇൻ ബിറ്റ്വീൻ സർവീസ് ഫ്ലോറുകൾ വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റംസ് സ്പ്ലിറ്റ് AC. സ്പ്ലിറ്റ് VRV VRF ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതൊരു 40-45 മീറ്റർ വരെയൊക്കെ വെർട്ടിക്കൽ കയറുള്ളൂ. ശരി, ഇനി ഞാനിപ്പം ഹീറ്റ് ലോഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രെയിനിങ് റൂമിന്റെയാണ്. നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് റീഡ് ചെയ്യുന്ന സമയത്ത് ആ ബിൽഡിങ്ങിന്റെ മെറ്റീരിയലുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇതിനകത്തോട്ട് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. എന്തായത്, ശരിക്കും വാള് നമുക്ക് ബ്രിക്ക് വാളുണ്ട്, അതായത് കട്ട വെച്ചുണ്ടാക്കുന്ന വാള്. ബ്രിക്ക് വാൾ ആണെങ്കിൽ ഇതുപോലെ ഒരു ഡബിൾ ലൈൻ വെച്ചിട്ടാണ് ഹാച്ച് ചെയ്യുന്നത്. നോർമലി ആർക്കിടെക്ട് ഹാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഡബിൾ ലൈനിൽ മാർക്ക് ചെയ്തേക്കുന്നത് സാധാരണ ബ്രിക്ക് വാളാണ്. അതിന്റെ തിക്നെസ് വേരി ചെയ്യാം. ഇത് 4 ഇഞ്ച് വരാം, അതായത് 100 mm വരാം, 150 mm വരാം. സാധാരണ ഇന്റേണൽ വാല് 150 സാധാരണ കൂട്ടാറില്ല. 200 ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെയൊക്കെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ അകത്തിരിക്കുന്ന വാള് 4 ഇഞ്ച് വരാം, 6 ഇഞ്ച് വരാം, 8 ഇഞ്ച് വരാം. സാധാരണ 8 ഇഞ്ച് വാള് പുറം ചുമരുകളാണ്. അകത്ത് വരുന്നത് 6 ഇഞ്ച് മാക്സിമം, 4 ഇഞ്ചോ 6 ഇഞ്ചോ ആണ് സാധാരണ. പാർട്ടീഷൻ വാളൊക്കെ ഉണ്ടല്ലോ, ജിപ്സം പാർട്ടീഷനൊക്കെ മാക്സിമം 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2 ഇഞ്ചിന്റെ ഉണ്ടെങ്കിലും 4 ഇഞ്ചാണ് സാധാരണ ചെയ്തു വരാറ്. 2 ഇഞ്ചിന്റെ ചെയ്യാറുണ്ട്. ഞാൻ മേളിൽ ആംനിയറിന്റെ ഒരു ക്ലാസ് റൂം പാർട്ടീഷൻ ചെയ്തേക്കുന്ന 2 ഇഞ്ചിന്റെ ജിപ്സം വെച്ചിട്ടാണ് കേട്ടോ. ശരി, ഇത് നമ്മുടെ ബ്രിക്ക് വാള്. ഇനി ചിലപ്പോ വാൾ ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ മിഡിലൂടെ ഇങ്ങനെ ഡോട്ടഡ് ലൈന് പോകുന്നുണ്ടാവും, ഇതുപോലെ. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മള് ട്രെയിനിങ് റൂം 1ന്റെയും ട്രെയിനിങ് റൂം 2ന്റെയും ഇടയ്ക്ക് വേണ്ട ഈ കാണുന്ന വാൾ, ഇത് പാർട്ടിഷൻ വാള. ബ്രിക്ക് വാളല്ല, പാർട്ടിഷൻ നമ്മുടെ ജിപ്സം ഒക്കെ ആയിരിക്കും, ജിപ്സം പാർട്ടിഷൻ ഒക്കെ ആയിരിക്കും. ശരിക്കും ബിൽഡിംഗ് മെറ്റീരിയലിന്റെ എലാബറേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ആർക്കിടെക്റ്റിന്റെ കയ്യിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾ പേടിക്കണ്ട. ഓരോ ബിൽഡിംഗ് മെറ്റീരിയലും എന്താണെന്നുള്ള ഡീറ്റെയിൽസ് അവർ നമുക്ക് തരുന്നുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്, അത് വേറെ കാര്യം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെയ്യണം. അപ്പം ഡബിൾ ഹാച്ച്ഡ് ലൈൻ ആണെങ്കിൽ അത് ബ്രിക്ക് വാളും, ഇതുപോലെ പോവുകയാണെങ്കിൽ അത് പാർട്ടീഷൻ വാളുമാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഈ ഭാഗങ്ങൾ, അതായത് ഫുള്ളി ഹാച്ച്ഡ് ആയിട്ടിരിക്കും, ഇതുപോലെ പോകും. ഇത് നമ്മൾ പ്രിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രിന്റ് എടുത്താണ് നോക്കുന്നതെങ്കിൽ ഇത് അതേ ഡ്രോയിങ് തന്നെയാണ്, പക്ഷെ PDF-ലാണ്. അതെന്തായിട്ടിരിക്കുന്നു, ഒരു ഡാർക്ക് ആയിട്ടിരിക്കുന്നില്ല. ഇവിടെ വളരെ ഡാർക്ക് ഷെയ്ഡിലിരിപ്പുണ്ട്. ഇത് ശരിക്കും ഇത് RCC ആണ്, അതായത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് ആണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ കോളമാണ്, ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പോകുന്ന കോളമാണ്. ചിലപ്പോൾ ഒക്കെ ഈ കോളത്തിന് ഇന്റർകണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വേറെ ഒരു ഡാർക്കും കൂടെ ഉണ്ടാവും. അതെന്താണ്, ഇതുപോലെ ബീമാണ്. അപ്പൊ കോൺക്രീറ്റ് സ്ട്രക്ചറിനെയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ഡാർക്ക് ലൈനുകൾ വെച്ചിട്ടാണ് അവര് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ PT സ്ലാബ്, പോസ്റ്റ് ടെൻഷൻ സ്ലാബ് എന്ന് പറയും. PT സ്ലാബ് എന്ന് പറയുന്നത് നമ്മുടെ RCCയുടെ കണ്ടന്റ് കുറയ്ക്കാൻ വേണ്ടി, അതായത് റീഇൻഫോഴ്സ്മെന്റ്, നമ്മുടെ കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് കമ്പി കൊടുക്കുന്നത്. സ്റ്റീലിന് ടെൻസൈൽ എലാസ്റ്റിസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് കൊടുക്കുന്നത്. പക്ഷേ RCC സ്ലാബിന് ഒരുപാട് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. മാത്രമല്ല കോളത്തിന്റെയും ബീമിന്റെയും ഒക്കെ എണ്ണവും അവിടെ എന്താണ്, കൂടുതലാണ്.
അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ലാബാണ് നമ്മുടെ PT സ്ലാബ് എന്ന് പറയുന്നത്. PT സ്ലാബിന് നോർമൽ RCC സ്ലാബിനെ അപേക്ഷിച്ച് റീഇൻഫോഴ്സ്മെന്റ്, അതായത് കമ്പികളുടെ അളവിന് കുറവുണ്ടാവും, മാത്രമല്ല ബീമിന്റെയും കോളത്തിന്റെയും ഒക്കെ നമ്പേഴ്സിനും കുറവുണ്ടാവും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എനിക്കൊരു മോസ്ക് ഒക്കെ പണിയുന്ന സമയത്ത് അതിനകത്ത് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഒരുപാട് കോളമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തും എഫക്റ്റീവായിട്ട് ഇന്റേണൽ ഏരിയ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോളത്തിന്റെയും ബീമിന്റെയും ഒക്കെ എണ്ണം വളരെ കുറവാണെങ്കിൽ എഫക്റ്റീവായിട്ട് ആ ഒരു ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് സ്ലാബാണ് പോസ്റ്റ് ടെൻഷൻ സ്ലാബ് എന്ന് പറയും. ഇതെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ട്യൂബ് ഉണ്ടാവും, അതായത് ഒരു മെറ്റൽ ട്യൂബ്, ഇതിനകത്ത് വയർ റോപ്പുകൾ ഉണ്ടാവും, അതായത് കമ്പി ഉണ്ടല്ലോ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പി ഇട്ടിട്ടുണ്ടാവും. ഈ കമ്പിയൊക്കെ ഇട്ടതിന് ശേഷം അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ RCC ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സർവീസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോൾ അടിക്കാം. ഹോൾ അടിക്കുന്നതിന് ഒരു രീതിയുണ്ട്. നമ്മളിവിടെ വന്നിട്ട് കമ്പിയും ഇതെടുത്തിട്ട് ഹിൽട്ടി വെച്ചിട്ട് അടിച്ച്, അതായത് വൈബ്രേറ്റർ വെച്ച് ഹിൽട്ടി വെച്ച് അടിച്ചെടുക്കുന്ന പോലെ ചെയ്യരുത്. കോൺക്രീറ്റിൽ ഹോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോർ കട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട്. എത്ര ഡയന്റെ ഹോളാണോ വേണ്ടത്, കോർ കട്ടിംഗ് മെഷീൻ വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ആ സമയത്തും അതിനകത്തൂടെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഒന്നും പോകുന്നില്ല എന്ന് വിലയിരുത്തിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ കോർ കട്ടിംഗ് മെഷീൻ വെച്ചിട്ടാണ് ശരിക്കും സ്ലാബുകൾ, എസ്പെഷ്യലി RCC കമ്പോണൻസ് ഹോൾ അടിക്കേണ്ടത്. പക്ഷേ ഇനി ഈ കാര്യം പറയാം, RCC ആണെങ്കിൽ ഹോൾ അടിക്കുന്നതുകൊണ്ട് മിക്കതിലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ PT-യിൽ കമ്പികളുടെ എണ്ണം ആൾറെഡി കുറവാണ്. ഇതുപോലെ ടെൻഡൻ എന്ന് പറയും, PT-യുടെ ടെൻഡൻ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാസ്റ്റ് ചെയ്യും. കാസ്റ്റ് ചെയ്തിട്ട് ഈ ടെൻഡന്റെ അറ്റത്ത് ഈ വയർ റോപ്പില്ലേ, കാസ്റ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം, ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞതിന് ശേഷം PT സ്ലാബിന്റെ ഹൈഡ്രോളിക് മെഷീൻ ഉണ്ട്. PT സ്ലാബിന് ഒരു ഹൈഡ്രോളിക് മെഷീൻ വരും. ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ടറ്റവും, അതായത് ഇപ്പുറത്തെ എൻഡും അപ്പുറത്തെ എൻഡും ഈ ഹൈഡ്രോളിക് മെഷീൻ വെച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് ടൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കോൺക്രീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അച്ചീവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ പോസ്റ്റ് ടെൻഷൻ സ്ലാബുകൾ എന്ന് പറയുന്നത്. ഈ ഒരു സ്ലാബിന് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ലാർജ് ഇന്റേണൽ ഏരിയ അതിന് കിട്ടും. ഡിസഡ്വാൻറ്റേജ്, സാധാരണ ഇതിന്റെ കാസ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ടെൻഡൻ പോകുന്നതിന്റെ, ഈ ടെൻഡന്റെ ലൊക്കേഷൻ എങ്ങനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞാൽ, ഈ എവിടെയൊക്കെയാണോ നമുക്ക് സർവീസുകൾ വേണ്ടത്, ഉദാഹരണം എനിക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, ഇവിടെ പൈപ്പുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ പൈപ്പ് കട്ട് ചെയ്ത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈപ്പ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതുവഴി ഒരു ഹോൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് താഴ്ന്ന മേളിലോട്ടൊരു പൈപ്പ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ സ്ലാബിന് എന്ത് ചെയ്യണ്ട, കട്ട് ചെയ്യണ്ട, ഈ ഹോൾ പൈപ്പ് വഴി തന്നെ കൊണ്ടുവരാം. ഇതിനെയാണ് നമ്മൾ സ്ലീവ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സ്ലീവ് എന്ന് പറയും. അതുപോലെ എനിക്കിപ്പം ഒരു ഫ്ലോർ ട്രാപ്പ് ഫ്ലോറിൽ വെക്കണം, ഒരു വാട്ടർ ക്ലോസറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിനകത്ത് ഒരു 150-150-ന്റെ, അതായത് 6 ഇഞ്ച് 150-150-യുടെ, ചിലപ്പോൾ എനിക്കൊരു 4 ഇഞ്ചിന്റെ പൈപ്പ് 100 mm പൈപ്പ് എനിക്ക് താഴോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാനൊരു 150-150-യുടെ കട്ടൗട്ട് കൊണ്ടുവയ്ക്കാം. അതായത് ഒരു പെട്ടി കൊണ്ടുവെക്കും, ഒരു തടിയിലുള്ള ഒരു പെട്ടി കൊണ്ട് വെച്ചിട്ട് കാസ്റ്റ് ചെയ്യും. അതിന് നമ്മൾ കട്ടൗട്ട് എന്ന് പറയും. എവിടെയൊക്കെയാണോ ഹോള് വേണ്ടത് അവിടെ നമ്മൾ സ്ലീവുകളും കട്ടൗട്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ലാബ് കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ന സ്ഥലത്ത് സ്ലീവ് വേണം, ഇന്ന സ്ഥലത്ത് നമുക്കൊരു AC-യുടെ പൈപ്പ് പോവാണ്, അല്ലെങ്കിൽ ഒരു വാട്ടർ സപ്ലൈ പൈപ്പ് പോവാണ്, കേബിൾ പോകുന്നുണ്ട്, എവിടെയൊക്കെ ഹോളുകൾ വേണോ അവിടെയൊക്കെ സ്ലീവുകളും കട്ടൗട്ടുകളും മാർക്ക് ചെയ്യുന്ന ഒരു ഡ്രോയിങ് ഉണ്ട്. അത് നമ്മൾ ബിൽഡേഴ്സ് വർക്ക് ലേഔട്ട് എന്ന് പറയും. നിങ്ങൾ സ്ലാബിന്റെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബിൽഡേഴ്സ് വർക്ക് ലേഔട്ട് ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് ഈ ബിൽഡേഴ്സ് വർക്ക് ലേഔട്ട് നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് നമ്മുടെ സ്ലീവുകളും കട്ടൗട്ടുകളെയും ഒഴിവാക്കി ബാക്കിയുള്ള ഏരിയാസിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ടെൻഡൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ടെൻഡൻ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ താഴെയായിട്ട് ഒരു ചുവന്ന കളർ ടേപ്പ് കൂടെ അവർ ഒട്ടിച്ചു വിടും. ഒട്ടിച്ച് വിട്ട് കഴിഞ്ഞ് കാസ്റ്റ് ചെയ്യും. കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ആ ടെൻഡൻ പോകുന്നത് ഈ ടേപ്പ് വെച്ചിട്ട് മനസ്സിലാക്കും. എപ്പോഴെങ്കിലും നമ്മൾ ഒരു സർവീസ് ഡ്രിൽ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് അണ്ടർഗ്രൗണ്ടിലൊക്കെ നമ്മൾ കോഷൻ ടേപ്പുകൾ ഇടാറുണ്ട്. കോഷൻ ടേപ്പ് ഇങ്ങനെ വെക്കാറുണ്ട് അണ്ടർഗ്രൗണ്ടിൽ. ഓരോ സർവീസിനും ഓരോ കളറുണ്ട്. കാരണം അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ സർവീസുകൾ ഹൈഡ് ചെയ്യുന്ന സമയത്ത് കുറെ നാൾ കഴിയുമ്പോൾ മണ്ണ് കുഴിക്കുമ്പോൾ ആ ക്രെയിനിന്റെ കൂട്ടത്തിൽ ഈ കോഷൻ ടേപ്പ് കൂടെ കയറി വരുമ്പോൾ അത് കുഴിക്കുന്ന ആൾക്ക് മനസ്സിലാവും, ഇതിന്റെ താഴെ എന്തോ സർവീസ് ഉണ്ട്, അപ്പോൾ അത് കെയർ ചെയ്ത് കുഴിക്കണം. ഇതുപോലെ നമ്മൾ ഡ്രിൽ ചെയ്യുന്നതിനൊക്കെ മുമ്പ് അവിടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരവിടെ എന്ത് ചെയ്യാറുണ്ട്, ടേപ്പ് ഒട്ടിച്ച് വെക്കാറുണ്ട്. അപ്പം അതിട്ട് വെക്കും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്, വൺസ് ഇത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ടെൻഡൻ കട്ടാവാൻ പാടില്ല. അപ്പൊ ഈ ടേപ്പ് ഒന്നും ഇല്ലാതെ കുറെ നാൾ കഴിഞ്ഞ് നമ്മൾ ഈ സ്ലീവും കട്ടൗട്ടും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കുറെ നാൾ കഴിഞ്ഞ് ആൾക്കാർ വന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടെൻഡൻ എന്തായി പോകും, കട്ടായി പോകും. ആ സമയത്ത് അതിന്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് അങ്ങ് കുറയും. അവിടെ നിന്ന് പിന്നെ ബ്രേക്ക് ആവാനാണ് തുടങ്ങും.
അപ്പൊ അതുകൊണ്ട് RCC സ്ലാബ് കട്ട് ചെയ്യുന്ന പോലെ PT സ്ലാബിൽ ഹോൾ അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് PT സ്ലാബുകളാണെങ്കിൽ എസ്പെഷ്യലി ബിൽഡേഴ്സ് വർക്ക് ലേഔട്ട് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഇവിടെ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ രണ്ടെണ്ണത്തിന്റെ ആവശ്യം? ചിലപ്പോൾ അടുത്ത് തന്നെ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടാവും, 2 സ്ലീവ്. ശരിക്കും നമുക്ക് അവിടെ ഒരെണ്ണത്തിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. സൈറ്റിനകത്ത് ഒരുപാട് ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ട്. നമ്മുടെ രാഷ്ട്രീയമല്ല, അല്ലാതെ ഇന്റേണൽ രാഷ്ട്രീയമുണ്ട്. ഇപ്പം എന്റെ പ്രൊജക്റ്റിലൊക്കെ ആണെങ്കിലും ശരി, നമ്മൾ തമ്മിൽ എഞ്ചിനീയേഴ്സ് തമ്മിൽ പ്രശ്നമില്ലെങ്കിലും ശരി, വർക്കേഴ്സ് തമ്മിൽ പ്രശ്നം ഉണ്ടാവും. ചില മെക്കാനിക്കൽ ടൈം സിവിൽ ടീമൊക്കെ തമ്മിൽ പ്രശ്നം ഉണ്ടാവും. അവരെന്ത് ചെയ്യും? കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മൂടി പതുക്കെ തുറന്നിട്ട് അതിനകത്ത് കോൺക്രീറ്റ് ഒഴിച്ചു നോക്കും, ഇടങ്ങ് അടച്ചു വെക്കും. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പൈപ്പിടെ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കോൺക്രീറ്റ് കയറി കട്ടയായിട്ടിരിക്കും. അപ്പൊ ബുദ്ധിയുള്ള ചാർജ് ചെയ്യാൻ എന്ത് ചെയ്യും? ഒരു പൈപ്പിന് പകരം 2 3 പൈപ്പുകൾ അങ്ങ് വിട്ടു. ഒരെണ്ണം പോയി കഴിഞ്ഞാലും മറ്റേതിൽ കൂടെ കയറ്റി കൊണ്ടുപോകാൻ നോക്കും. എൻ്റെ ഒരു പ്രൊജക്റ്റില് കോപ്പർ പൈപ്പിംഗ് ആണ് വാട്ടർ സപ്ലൈയിലുള്ളത്. എല്ലാ വർക്കും കഴിഞ്ഞു. ഇവിടെ പ്രഷർ ടെസ്റ്റ് ചെയ്യണം. നമുക്ക് 1.5 ടൈംസ് വർക്കിംഗ് പ്രഷർ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രഷർ ടെസ്റ്റ് പാസ്സാകുന്നില്ല. ടൈലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. സംഭവം എന്ന് പറയുന്നത് ലാസ്റ്റ് നോക്കിയപ്പോൾ ഒരു ടൈലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഈർപ്പം വന്നപ്പോൾ മനസ്സിലായി. ടൈലൊക്കെ അടിച്ചു പൊട്ടിച്ച് നോക്കിയപ്പോൾ ആ ഒരു കോപ്പർ പൈപ്പിനകത്ത് ആരോ ആണി അടിച്ചു വെച്ചിരുന്നു. ആണി അടിച്ചു വെച്ചുകൊണ്ട് ഹോളായി. നമുക്കറിയാൻ പറ്റും. ആണി അടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്തു? അവർക്ക് പ്ലാസ്റ്റർ ചെയ്ത് ടൈൽ ഒട്ടിച്ച് വിട്ടു. അപ്പൊ ഇന്റേണൽ ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാവും. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ടെക്നിക്കൽ നോളജ് മാത്രമല്ല, നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലാണ്. ഒരാൾക്കാരെ പ്രഷർ ടെക്നിക്കലി നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു നല്ല ടീം ലീഡർ ആകണമെന്നോ അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽ ആകണമെന്നോ നിർബന്ധമില്ല കേട്ടോ. ടെക്നിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യും. പ്രഷർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നിങ്ങളെ മൗൾഡ് ചെയ്തെടുക്കും. പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യും. അതായത് ആസ് എ പേഴ്സൺ നിങ്ങളൊരു പെർഫെക്റ്റ്, നിങ്ങളിപ്പോൾ ഒരു തൊട്ടാവാടി ആയിരിക്കാം, നിങ്ങൾ എന്താകും? തൊട്ടാലും വാടാത്തൊരു വാടിയായിട്ട് നിങ്ങളെ മൗൾഡ് ചെയ്തെടുക്കുന്നത് കൂടെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. നമ്മള് അല്ലെ, മനുഷ്യനെന്ന് പറയുന്നത് എപ്പോഴും ചവിട്ടി കയറി വന്നവനാണ്. അപ്പൊ ഇതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കാൽബരം നമുക്ക് ഉണ്ടായിരിക്കണം. എനിക്കതില്ല എന്നുള്ളതാണ് വസ്തുത. അത് വേറെ കാര്യം. എനിക്ക് പ്രഷർ, അതുകൊണ്ട് എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളാണ് ഇഷ്ടം. അതുകൊണ്ട് നല്ലൊരു മാനേജർ ആണോ ഞാനെന്ന് ചോദിച്ചാൽ അല്ല എന്ന് മറുപടി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സ്വന്തം ബിസിനസ്സുമായിട്ട് ഒതുങ്ങി ജീവിക്കണം. എനിക്ക് പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ടെൻഷൻ. പക്ഷെ അതുകൊണ്ട് എനിക്ക് ടെക്നിക്കലാണ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. അതുകൊണ്ട് ഞാൻ ടെക്നിക്കൽ കാര്യങ്ങളിൽ ചെയ്യുന്നു. ശരി, അപ്പം അതാണ് നമ്മുടെ PT സ്ലാബ്. അപ്പം ബീമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവര് എന്ത് ചെയ്യും? ഡാർക്ക് കളറിൽ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ശരി, ഇനി ഇവിടെ നോക്കിയ ഈ ട്രെയിനിങ് റൂമിന്റെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിൻഡോ എങ്ങനെയായിരിക്കും? ഇതാണ് വിൻഡോ. വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് നടുക്കൂടെ ഒരു ലൈൻ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ലൈൻ കാണും. ഇതാണ് നമ്മുടെ വിൻഡോ, ഗ്ലാസ് വിൻഡോ എന്ന് പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിങ് റൂമിന്റെ സൈഡിൽ സ്വാഭാവികമായിട്ട് നമുക്ക് വരേണ്ടത് എന്ത് വാളാണ്? ബ്രിക്ക് വാളല്ലേ? ഇവിടെ നോക്കിയ, പക്ഷെ ഇവിടെ എന്താ? ഈ ട്രെയിനിങ് റൂമിന്റെ സൈഡിൽ വരുന്നത് ഈ ടൈപ്പ് വാൾ. ഇത് ഡബിൾ ഹാച്ച്ഡ് അല്ല, സിംഗിൾ ലൈൻ അല്ല, പകരം നോക്കിയാൽ അറിയാം ഗ്ലാസ് ആയത്. ഓരോ പാനലുകളായിട്ട് ഇവിടെ നിന്ന് ഓരോ ഫ്രെയിം ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഫ്രെയിം, അടുത്തൊരു ഫ്രെയിം, അടുത്ത് വേറൊരു ഫ്രെയിം. ഈ ഫ്രെയിമിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്ത് വരും? ഗ്ലാസ് വരും. ശരിക്കും ഇതിനെ നമ്മൾ പറയുന്നത് കർട്ടൻ വാളെന്നാണ്. കർട്ടൻ വാൾ. ഈ ഒരു ബിൽഡിങ്ങിൽ ബ്രിക്ക് വാൾ അല്ല നമുക്ക് വരുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഈ ഒരു പ്രൊജക്ട് എടുത്തത്. ഇതിൽ നമുക്ക് വരുന്നത് കർട്ടൻ വാളാണ്. ഇതുപോലെ കർട്ടൻ വാളാ വരുന്നത്. എന്താ ഡിസഡ്വാൻറ്റേജ്? ബ്രിക്ക് വാൾ ആണെങ്കിൽ അത് ഒപ്പാക്ക് ആണ്. അതിലൂടെ കണ്ടക്ഷനും കൺവെക്ഷനും മാത്രമേ ഉണ്ടാവുള്ളൂ. കർട്ടൻ വാൾ ആണെങ്കിൽ വിസിബിൾ ലൈറ്റ് കൂടെ കയറി വരുന്നതുകൊണ്ട് കണ്ടക്ഷനും ഉണ്ടാവും, കൺവെക്ഷനും ഉണ്ടാവും, റേഡിയേഷൻ. അപ്പൊ അത് ഇൻപുട്ട് കൊടുക്കാനായിട്ട് ആപ്പിൽ കുറച്ച് പാടാണ്. അതെങ്ങനെ കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചാലേ നമുക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എളുപ്പമല്ല പഠിക്കേണ്ടത്, എപ്പോഴും പാടാണ് പഠിക്കേണ്ടത്. ശരി, കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. മാത്രമല്ല കൺസ്ട്രക്ഷൻ പെട്ടെന്ന് തീരും. കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ഇത് സ്റ്റീൽ സ്ട്രക്ചറാണ്. കാരണം പെട്ടെന്ന് RCCയെക്കാളും കൂടുതൽ കമ്പിയൊക്കെ വെച്ചിട്ട് സ്റ്റീൽ സ്ട്രക്ചർ ചെയ്തതിന് ശേഷം ഈ ഫേഷ്യ അല്ലെങ്കിൽ നമ്മുടെ ഈ കർട്ടൻ വെച്ചിട്ട് മറ്റേ ചെയ്യുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് ഈ ബിൽഡിങ്ങിന്റെ പണി അങ്ങ് അടിച്ച് തീർക്കാനായിട്ട് സാധിക്കും. അപ്പൊ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ലേബറിലൊക്കെ വരുന്ന കോസ്റ്റുകൾ നമുക്ക് പെട്ടെന്ന് തീർക്കാം, ഡ്യൂറേഷന് നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും. പക്ഷെ എയർ കണ്ടീഷനിങ് പോയിന്റ് ഓഫ് വ്യൂ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന് നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷേ AC-യുടെ ലോഡ് സ്വാഭാവികമായിട്ടും ബ്രിക്കിനേക്കാളും കൂടുതലാണ്. കാരണം ഇതിന്റെ കൂട്ടത്തിൽ റേഡിയേഷൻ കൂടെ കയറി വരുന്നതുകൊണ്ട്
കൂടുതലാണ്. തെർമൽ ഇൻസുലേഷൻ ഒക്കെ കൊടുത്താലും നമുക്ക് കണ്ടക്ഷനും കൺവെക്ഷനും മാത്രമേ ഇൻസുലേഷൻ വഴി നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. റേഡിയേഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒപ്പാക്ക് ആക്കണം. ഇതുപോലെ കർട്ടനൊക്കെ ഇട്ടങ്ങ് മറയ്ക്കണം. അത് മറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കർട്ടൻ വാളിന്റെ എഫക്റ്റ് അങ്ങ് ഇല്ലാതായി പോകും. ശരി, അപ്പൊ ഇത് നമുക്ക് കർട്ടൻ വേണം. അപ്പൊ ഞാൻ ഈ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ട്രെയിനിങ് റൂം 1 ആണ്. ട്രെയിനിങ് റൂം 1 ആണ്. അപ്പൊ നിങ്ങൾക്കൊരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ ചാടിക്കയറി നമ്മൾ ആപ്പ് സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മൾ കുറച്ച് ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് പ്രീ റിക്വസ്റ്റ് ആയിട്ട്, അതായത് പ്രയർ ടു സ്റ്റാർട്ട് യുവർ ഹീറ്റ് ലോഡ്, നിങ്ങളുടെ ഹീറ്റ് ലോഡ് തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം. അപ്പോ ഡേറ്റാസ് നമ്മളത് ആദ്യം ഗ്യാദർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഡേറ്റ തുടക്കത്തിൽ ഗ്യാദർ ചെയ്യണം. എന്തൊക്കെ ഡേറ്റയാണ് നിങ്ങൾ ഗ്യാദർ ചെയ്യേണ്ടത്, കൂട്ടിയെടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഹീറ്റ് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഡ്രോയിങ്സ് വേണം. ഇല്ല, ഡ്രോയിങ്സ് ഇല്ലാതെ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ ഡ്രോയിങ്സ് വേണം? നമുക്ക് ഫ്ലോർ പ്ലാൻ വേണം. കാരണം ഫ്ലോർ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏരിയ എടുക്കാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തത് ഫർണിച്ചർ ലേഔട്ടാണ്. ഫർണിച്ചർ ലേഔട്ട് കാരണം എന്തിനാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്പർ ഓഫ് പീപ്പിളിനെ മനസ്സിലാക്കണം. അതിനകത്ത് എത്ര ആൾക്കാർ വരും എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പൊ എനിക്ക് ഇതിനകത്ത് എത്ര പേര് വരുമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ചെയർ എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ ഒരു സ്പേസിനകത്ത് നമുക്ക് ഫർണിച്ചർ ലേഔട്ട് ഉണ്ടെങ്കിൽ അടുത്ത സീറ്റിംഗ് ഒക്കെ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് പീപ്പിളിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, ഇല്ലേ? ഫർണിച്ചർ ലേഔട്ട് അവിടെ ആവശ്യമാണ്. ഇനി അടുത്തത് നമ്മുടെ RCP എന്ന് പറയും, റിഫ്ലക്റ്റഡ് സീലിംഗ് പ്ലാൻ. റിഫ്ലക്റ്റഡ് സീലിംഗ് പ്ലാൻ എന്ന് പറയും. അതായത് ആ AC പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് RCP കൂടെ വേണം. സീലിംഗ് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ റിഫ്ലക്റ്റഡ് സീലിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ആ ഒരു സ്പേസിന്റെ അതേ സ്പേസ് ആണിത്. അതിന്റെ റിഫ്ലക്റ്റഡ് സീലിംഗ് പ്ലാൻ ആണ് ഈ കാണുന്നത്. ഇതിൽ ഓരോരോ ടൈമായിട്ട് നമുക്ക് നോക്കാം പിന്നീട്. ഇത് റിഫ്ലക്റ്റഡ് സീലിംഗ് പ്ലാൻ നമുക്ക് വേണം. ഇനി അടുത്തത് അതിന്റെ സെക്ഷണൽ ഡീറ്റെയിൽസും എലവേഷൻസും വേണം. കാരണം ബിൽഡിങ്ങിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റ് കിട്ടിയേ പറ്റും. ഹൈറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ്, എലവേഷൻസിൽ നിന്നാണ്. മാത്രമല്ല ബിൽഡിങ്ങിന്റെ സീലിംഗിന്റെ ഹൈറ്റ് ഒക്കെ ഇടയ്ക്ക് നിന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷണൽ ലേഔട്ട് കൂടെ ആവശ്യമായിട്ട് വരുന്നത്. ഫ്ലോർ പ്ലാന്, ഫർണിച്ചർ ലേഔട്ട്, റിഫ്ലക്റ്റഡ് സീലിംഗ് പ്ലാന്, സെക്ഷണൽ അല്ലെങ്കിൽ എലവേഷൻ ലേഔട്ട്, ഇത്രയും ഡ്രോയിങ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്നാലും ഇത്രയും കിട്ടിയെങ്കിൽ നല്ലത്. ആരുടെ കയ്യിൽ നിന്ന് കിട്ടും? ആർക്കിടെക്റ്റിന്റെ കയ്യിൽ നിന്നാണ് നമുക്കിത് കിട്ടുക. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർക്കിടെക്റ്റ് ആണ് ഈ പറയുന്ന ഡേറ്റാസ് തരുന്നത്. ഇനി രണ്ടാമത്തത്, ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ലൊക്കേഷൻ വേണം, അതിന്റെ ഓറിയന്റേഷൻ വേണം, ആ ബിൽഡിങ്ങിന്റെ ഫങ്ഷൻ വേണം. അതായത് അത് ഏത് നാട്ടിലാണ്. നമ്മളിപ്പോ ട്രിവാൻഡ്രത്ത് ചെയ്യുന്ന അതേ വെതർ ഡേറ്റ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ദുബായ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ലൊക്കേഷൻ അറിയാമെങ്കിൽ മാത്രമേ വെതർ ഡേറ്റ കണ്ടുപിടിക്കാൻ പറ്റൂ. രണ്ടാമത്തത് ഓറിയന്റേഷൻ. നമുക്കിപ്പം ഒരു ഒബ്ജക്റ്റിന് എത്രത്തോളം സോളാർ ഹീറ്റ് കിട്ടുന്നുണ്ട്, സണ്ണിൽ നിന്ന് ഹീറ്റ് കിട്ടുന്നു മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നോർത്തിലാണോ ഈസ്റ്റിലാണോ എന്ന് മനസ്സിലാക്കണ്ടേ. അപ്പൊ ഓറിയന്റേഷൻ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല ബിൽഡിങ്ങിന്റെ ഫംഗ്ഷൻ എന്ത് ടൈപ്പാണ്, അതിപ്പം ഓഫീസാണോ അല്ല ജിംനേഷ്യം ആണോ. കാരണം പീപ്പിളിന്റെ ലോഡ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആക്ടിവിറ്റി ലെവൽ അറിയണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിന്റെ ഫംഗ്ഷൻ അറിയാമെങ്കിൽ മാത്രമേ പീപ്പിളിന്റെ ലോഡും അതിനകത്തുള്ള ലൈറ്റിംഗ് ലോഡും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്ത് വേണ്ടത് ബിൽഡിംഗ് മെറ്റീരിയലിന്റെ U വാല്യൂസ് ആണ്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് U വാല്യൂസ്. U വാല്യൂസിന് നമ്മൾ ഓവറാൾ ഹീറ്റ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയും. U വാല്യൂ ഓഫ് എന്തൊക്കെ വേണം? U വാല്യൂ ഓഫ് വാള് വേണം, ഫ്ലോർ വേണം. ഹാപ്പ് എന്ന് പറയുന്നത് അങ്ങനെ കാണാൻ ഭംഗിയുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോപ്പിക്കാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്കാണ്. ഹാപ്പ് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക്
ഇന്റർവ്യൂവിൽ നല്ലൊരു പ്രിഫറൻസ്, നന്നായിട്ട് അറിയാമോ, നല്ലൊരു പ്രിഫറൻസും കിട്ടും, പെട്ടെന്ന് വർക്ക് ചെയ്ത് പോകാനും പറ്റും. ഈ ഒരു സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യാൻ അറിയണം. കാരണം ഗൾഫിൽ ഇപ്പം 99% ഇന്റർവ്യൂവിൽ ഹാപ്പ് മസ്റ്റ് ആയിട്ട് അവർ ചോദിക്കാറുണ്ട്. ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയും. അത് വാളിൻ്റെത് കണ്ടുപിടിക്കണം, ഫ്ലോറിൻ്റെത് കണ്ടുപിടിക്കണം, വിൻഡോ, എല്ലാ ബിൽഡിംഗ് മെറ്റീരിയലും വിൻഡോത് കണ്ടുപിടിക്കണം, ഡോറിൻ്റെത് കണ്ടുപിടിക്കണം, സീലിംഗിൻ്റെത് കണ്ടുപിടിക്കണം, പാർട്ടിഷൻ വാളിൻ്റെത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നമുക്ക് സ്കൈലൈറ്റ് എന്ന് പറയും, സ്കൈലൈറ്റിന്റെ കണ്ടുപിടിക്കണം, റൂഫിൻ്റെത് കണ്ടുപിടിക്കണം. ഇതുപോലെ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ, എന്തൊക്കെ ബിൽഡിംഗ് മെറ്റീരിയൽസ് വരുന്നുണ്ടോ അതിന്റെ എല്ലാം യു വാല്യൂസും നമുക്ക് കളക്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിനർത്ഥം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കിട്ടിയെന്ന് വരില്ല. ഇതൊന്നും കിട്ടിയില്ല, റഫായിട്ട് ഫ്ലോർ പ്ലാൻ മാത്രം കിട്ടിയാലും നമുക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാം കിട്ടിയാലും ഒന്നും കിട്ടിയില്ലെങ്കിലും എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. ശരി, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഡ്രോയിങ് എടുത്തിട്ട് ഹാപ്പ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഹാപ്പ് ഓപ്പൺ ചെയ്തു. ഹാപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഹാപ്പിന് 2 ഫയൽ ഉണ്ടാവും. ഹാപ്പിന് 2 ഫയൽ, ECAT-ഉം E20. ECAT E20 ഉണ്ടാവും. ആദ്യം നിങ്ങൾ ECAT എന്ന് പറയുന്ന ഫയലിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കണം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വൈറസ് ത്രെട്ട് ആൻഡ് പ്രൊട്ടക്ഷനിൽ പോവുക. വൈറസ് ത്രെട്ട് ആൻഡ് പ്രൊട്ടക്ഷനിൽ പോയിട്ട് നിങ്ങളുടെ വൈറസ് ത്രെട്ടിൽ ഇപ്പോൾ റിയൽ ടൈം എന്ന് പറഞ്ഞൊരു സാധനം വരും. ഇപ്പം എനിക്ക് അവാസ്റ്റ് ആൻറ്റിവൈറസ് ഉള്ളത് കൊണ്ട് അത് കാണിക്കുന്നില്ല. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് അയച്ചിരുന്നു ഗ്രൂപ്പിൽ, കണ്ടു കാണാം. ആ വീഡിയോയിൽ എങ്ങനെയാണ് അത് ഓഫ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഈ പ്രോസസ്സ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഇത് ക്രാക്ഡ് ഫയൽ ആയതുകൊണ്ട് ചിലപ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്തത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്തിട്ട്, അതായത് ആൻറ്റിവൈറസും റിയൽ ടൈം പ്രൊട്ടക്ഷനും ഒക്കെ ഓഫ് ചെയ്തിട്ടതിന് ശേഷം ആദ്യം ECAT-നെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. അത് ഓണായി വരും. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് നല്ലത്. ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കമ്പനിയുടെ നെയിം ചോദിക്കും. നിങ്ങളുടെ പേര് കൊടുക്കുക. എന്ത് പേരും, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പേര് കൊടുക്കുക. ലൊക്കേഷൻ ചോദിക്കും. ലൊക്കേഷൻ നിങ്ങൾ ഏത് കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് മാറ്റി അസൈൻ ചെയ്യാന്നുള്ളതേ കൊടുക്കുള്ളൂ. ഏഷ്യ പസഫിക് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഏഷ്യ പസഫിക് കൊടുത്താൽ നല്ലത്. എന്നിട്ട് ECAT അങ്ങ് ഇൻസ്റ്റാൾ ചെയ്ത് തീർക്കുക. അത് 99% ആയി കഴിഞ്ഞാലും പതുക്കെ നിൽക്കും അത് ആ സ്ക്രീന്. കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് ഓഫായി പോകും. അത് കഴിഞ്ഞതിന് ശേഷം E20 അതേ പ്രൊസീജിയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. E20യും 100% ആകുമ്പോൾ ചെറിയൊരു ബ്ലൂ സ്ക്രീൻ വന്ന് നിൽക്കും, അതങ്ങ് തീരും. ഇത് രണ്ടും തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇതിന്റെ ഐക്കൺ വന്നെന്ന് വരില്ല. ഡെസ്ക്ടോപ്പിൽ ചിലപ്പം അതിന്റെ ഐക്കൺ കാണിച്ചു എന്ന് വരില്ല. കുഴപ്പമില്ല, സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് HOU എന്ന് ടൈപ്പ് ചെയ്ത് അവിടെ വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് അതിനെ എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ ഹവർലി അനാലിസിസ് പ്രോഗ്രാം വരുമ്പോൾ ഇതിന്റെ ഓപ്പൺ ഫയൽ ലൊക്കേഷനിലോട്ട് പോവാം. ഓപ്പൺ ഫയൽ ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ ഇതിന്റെ ഐക്കൺ കാണാൻ പറ്റും. ഈ ഐക്കണിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു എടുത്തതിന് ശേഷം സെൻഡ് ടു ഡെസ്ക്ടോപ്പ് കൊടുത്താൽ അത് ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കും. ഡെസ്ക്ടോപ്പിൽ വന്നില്ലെങ്കിൽ നമുക്കതിനെ കൊണ്ടുവരാന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ആപ്പിന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ശരി, അപ്പം ഞാൻ സോഫ്റ്റ്വെയർ എടുക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു സോഫ്റ്റ്വെയറിനെ പോലെ തന്നെ ആദ്യം നിങ്ങൾക്ക് പ്രൊജക്റ്റിലോട്ട് പോവാം, എന്നിട്ട് ന്യൂ എടുക്കാം. ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ആവും. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ തൊട്ട് വലതുവശത്തായിട്ട് മുമ്പേ ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിനെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അതിനെ ഓപ്പൺ ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ പ്രൊജക്റ്റ് എടുക്കും. ഈ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ക്രീൻ വരും, പ്രിഫറൻസ് സ്ക്രീൻ എന്ന് പറയും. ഈ പ്രിഫറൻസ് സ്ക്രീനിന് 2 സബ് ടാബുകൾ ഉണ്ടാവും. ഒന്ന് ജനറലും രണ്ടാമത്തത് പ്രൊജക്റ്റും. നിങ്ങൾ ഈ പ്രിഫറൻസ് ഇതിനകത്ത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരിക്കൽ കൂടെ അതേ ടാബ് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ വ്യൂവിൽ വന്നാൽ ഇവിടെ നമുക്കത് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ.
ന്യൂ പ്രൊജക്ട് എടുക്കുമ്പോൾ മാത്രമല്ല വരുന്ന പ്രിഫറൻസ് ടാബിനെ പിന്നീട് ഒരിക്കൽ കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ വീല് വന്നിട്ട് നമുക്ക് പ്രിഫറൻസ് എടുക്കാൻ പറ്റും. ഞാൻ ആ പ്രിഫറൻസ് എടുത്തിട്ട് നിങ്ങൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്താലും അത് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ജനറലിൽ 2 യൂണിറ്റ് ഉണ്ട് നമുക്ക്, ഇംഗ്ലീഷ് യൂണിറ്റും അസൈമെട്രിക്കും. യൂണിറ്റ് സെറ്റ് ചെയ്യണം. ഇംഗ്ലീഷ് യൂണിറ്റിൽ ഏരിയ സ്ക്വയർ ഫീറ്റിലായിരിക്കാം, പക്ഷെ എനിക്ക് വേണ്ടത് മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അസൈമെട്രിക്. ഇത് നിങ്ങൾ ആദ്യം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീഫോൾട്ട് യൂണിറ്റ് അത് ചോദിക്കും. അത് നിങ്ങൾ അസൈമെട്രിക് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഇതിനെ അത് സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ശരി, ഇനി അടുത്തത് പ്രൊജക്ട് സെക്ഷനിലോട്ട് വന്നിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡുകൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ക്ലാസ്സുകളിൽ യൂണിറ്റ്സ് ആൻഡ് കൺവെൻഷനോടൊപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ വെന്റിലേഷന്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ ഏറ്റവും ലേറ്റസ്റ്റ് കിടക്കുന്നത് ഏതോ അത് കൊടുക്കുക. ഞാനിപ്പോൾ ഹാപ്പിന്റെ 4.9 ആണ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഇപ്പൊ 2013 15 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏറ്റവും പുതിയത് ഏതോ അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ വെന്റിലേഷന്റെ സ്റ്റാൻഡേർഡ് അശ്രയ 62.1 2010 എടുക്കുന്നു. എനർജി സ്റ്റാൻഡേർഡ് അശ്രയ 90.1 2010 എടുക്കുന്നു. ലീഡിൻ്റെതും കറൻസി യൂണിറ്റും ഈ 2 എന്തിനാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ, ഈ ഹാപ്പിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ സിയുടെ കപ്പാസിറ്റി മാത്രമല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു എ സി 1 വർഷത്തോളം വർക്ക് ചെയ്താൽ അതിന് എത്രത്തോളം ഇലക്ട്രിസിറ്റി കോസ്റ്റ് വരുമെന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ 2 കാര്യവും. എനിക്കിപ്പം അത് എനർജി എഫിഷ്യൻസി റേഷ്യോ വെച്ച് മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഇൻപുട്ട് എനിക്ക് നിർബന്ധമല്ല. പക്ഷെ ഈ 2 സ്റ്റാൻഡേർഡുകളും, വെന്റിലേഷൻ സ്റ്റാൻഡേർഡും എനർജി സ്റ്റാൻഡേർഡും ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് അശ്രയ 62.1 2010 ഇതിലുള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് അശ്രയ 90.1 2010 ഞാൻ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. ഇപ്പോഴും ഈ പ്രൊജക്ട് ഇവിടെ നോക്കിയാൽ അൺടൈറ്റിൽഡ് എന്നാണ് കിടക്കുന്നത്. കാരണം ആ പ്രൊജക്ടിന് ഒരു പേര് കൊടുത്ത് ഞാൻ സേവ് ചെയ്യാത്തത് കൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത്. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ ആ പേര് ഇവിടെ വരും. അപ്പോൾ യൂണിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നേരെ ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ പ്രൊജക്ടിന്റെ നെയിം ഞാൻ തൽക്കാലം let's say like February 2024 ഓഫ്ലൈൻ എന്ന് പേര് കൊടുത്തിട്ട് ഞാൻ അതിനെ സേവ് ചെയ്തു. ഇപ്പൊ നോക്കിയാൽ അൺടൈറ്റിലിന് പകരം ആ പ്രൊജക്ടിന്റെ പേര് നമുക്ക് വന്നു. പ്രൊജക്ട് സ്റ്റാർട്ടായി. ഇനി കൂടെ ഈ സേവ് അങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് വെതർ, സ്പേസ്, സിസ്റ്റം ഈ 3ലും നമ്മൾ ഇൻപുട്ടുകൾ കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം വെതർ എന്ന് തുടങ്ങണം. അതായത് നമ്മൾ ഏത് സ്പേസ് ആണോ, എവിടെ ഏത് കൺട്രി ആണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ വെതർ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ വെതർ കൊടുക്കുമ്പോൾ നമ്മൾ 2 രീതിയിൽ കൊടുക്കാറുണ്ട്. ഉദാഹരണം, നമ്മുടെ ഇന്റൻഷൻ ഒരു ഇൻഡോർ കൂളിംഗ് എക്യുപ്മെന്റ് ആണെങ്കിൽ അതിന് കൊടുക്കേണ്ട വെതർ റിപ്പോർട്ട്, വെതർ ഡീറ്റെയിൽസ് സെപ്പറേറ്റും. നമ്മളിനി വെന്റിലേഷന് വേണ്ടിയിട്ട് ഫ്രഷ് എയർ എക്യുപ്മെന്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന് കൊടുക്കേണ്ട ഇൻപുട്ട് വേറെയാണ്. അത് എല്ലാ കൺട്രിയിലും അങ്ങനെയൊന്നല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2നും ഒരേ കണ്ടീഷനാണ് നമ്മൾ എടുക്കുക. നിങ്ങൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ സൗദിയിലൊക്കെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡോർ കൂളിംഗിന്റെ വെതർ കണ്ടീഷൻ സെപ്പറേറ്റും വെന്റിലേഷൻ എക്യുപ്മെന്റിന്റെ വെതർ കണ്ടീഷൻ സെപ്പറേറ്റ് ഇട്ട് വേണം ചെയ്യാൻ. അത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വെതർ ഇൻപുട്ട് കൊടുക്കാം. എ സി പ്രപ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ഡേ ടൈമിലാണ്, പകൽ സമയത്താണ് ഒരു റൂമിനകത്ത് മാക്സിമം ലോഡ് വരിക എന്നുള്ളതാണ്. അല്ല, ഒരു സ്പേസിനകത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിന് അറ്റ്മോസ്ഫിയറിന് മാത്രമല്ല റോൾ ഉള്ളത്, അതിൻ്റെ അകത്തുള്ള കാര്യത്തിനും റോൾ ഉണ്ടല്ലോ, അല്ലെ? ഉദാഹരണം, നമ്മൾ ഓരോ വ്യക്തികളും ഏകദേശം ചുമ്മാ ഇരിക്കുമ്പോൾ പോലും 130 വാട്ട് ഹീറ്റിനെ റിജക്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു എഡിസൺ ബൾബ് എന്ന് പറയുന്നത് 60 വാട്ടാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ നിന്ന് കറണ്ട് ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ 2 ബൾബിനെ കത്തിച്ചിങ്ങനെ പിടിച്ചുകൊണ്ട് കൊടുക്കാം, അല്ലേ? പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അതിനെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു സോഴ്സ് നമുക്ക് ഇല്ലാന്ന് മാത്രം. മനുഷ്യനും ഹീറ്റ് റിജക്ട് ചെയ്യുന്നുണ്ട്. 10 പേരുണ്ടെങ്കിൽ 1300 വാട്ടായി. 20 പേരുണ്ടെങ്കിലോ നല്ല രീതിയിൽ ആക്ടിവിറ്റി ചെയ്താൽ ജിമ്മിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ 500 വാട്ട് അടുപ്പിച്ച് ഹീറ്റ് റിജക്ട് ചെയ്യും. 10 പേര് മതി 1.5 ടൺ ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് പീപ്പിളും, ഇപ്പൊ ഞാനൊരു ഓഫീസ് ഡിസൈൻ ചെയ്യാണ്, അല്ലെങ്കിൽ ജിംനേഷ്യം ഡിസൈൻ ചെയ്യാണ്. ജിംനേഷ്യം ഡിസൈൻ ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ 6 മണിക്ക് ശേഷമാണ് കൂടുതൽ ആൾക്കാർ അവിടെ വരുന്നത്. എന്നാൽ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ഗെയിൻ മാക്സിമം വരുന്നത് എപ്പോഴായിരിക്കാം? ഡേ ടൈമിലായിരുന്നു വരാം. അപ്പോ ഒരു സ്പേസിനകത്ത് എ സിക്ക് മാക്സിമം ലോഡ് വരുന്നത് പകലാകണം എന്ന് നിർബന്ധമില്ല, അത് രാത്രിയും ആകാം.
അപ്പൊ ചിലപ്പം അതും റിപ്പോർട്ടിൽ ചിലപ്പോൾ രാത്രിയാണ് ലോഡ് വരണമെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ അടിക്കാം. അയ്യോ, സൂര്യപ്രകാശം കൂടുതൽ വരുന്നത് ഡേ ടൈമിലല്ലേ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നൈറ്റിൽ ലോഡ് കൂടുതൽ വന്നു? പീപ്പിൾ ഇന്റേണൽ ലോഡ് അവിടെ ഇപ്പം നൈറ്റ് വർക്ക് ചെയ്യുന്ന ഓഫീസുകൾ, ടെക്നോ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നൈറ്റ് വർക്ക് ചെയ്യുന്ന ഓഫീസുകളിൽ അവിടെ ആ സമയത്തായിരിക്കും കൂടുതൽ ലോഡ് വരാനുള്ള സാധ്യത. ശരി, അപ്പൊ ഞാനിപ്പോൾ വെതറിൽ പോവാണ്. അപ്പൊ ഞാൻ വെതറിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വെതർ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഷിക്കാഗോയാണ് കിടക്കുന്നത്, USA ഒരു സ്റ്റേറ്റാണ് കിടക്കുന്നത്. ഞാനതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ ഇതിലോട്ട് മാറ്റും. ഞാനിപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ഈ ഒരു സിറ്റി എവിടെയാണ്? ഇത് അബുദാബിയാണ്. നോക്കിയാലിത് അല്ലേ, ഫസ്റ്റ് അബുദാബി ബാങ്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതിന്റെ റിവൈസ് ഡ്രോയിങ് പിന്നെ ഈ ഇടയ്ക്ക് വന്നിരുന്നു, FAB അല്ലെ. ഇപ്പൊ ലൈവ് വരുന്ന പ്രൊജക്ടുകൾ ഇത് കുറച്ച്, ഇതിപ്പോ ഈ ഇടയ്ക്ക് ചെയ്ത പ്രൊജക്റ്റ് അല്ല, ഇത് കുറച്ച് പഴക്കമുള്ള പ്രൊജക്റ്റാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് എല്ലാവിധ സർവീസുകളും വരുന്നു. VAV വരുന്നുണ്ട്, FH വരുന്നുണ്ട്, പ്ലീനം സൈസ് പല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ചെറിയ ഫ്ലോർ എടുത്ത് വെച്ചിട്ട് പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. ചെറിയ ഏരിയ ആണെങ്കിലും മീഡിയം ഏരിയയിലാണെങ്കിലും അവിടെ വൈഡ് ആയിട്ടുള്ള സർവീസുകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ അല്ലെ. ലൈവായിട്ട് പെട്ടെന്ന് വരുന്നൊരു പ്രൊജക്ട് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ ഉള്ള ചിലപ്പോൾ ഒരു സ്പ്ലിറ്റ് AC ആയിരിക്കും, അത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ശരി, അപ്പൊ ഇത് അബുദാബിയിലാണ്. അപ്പൊ ഞാൻ ഇത് അസൈൻ ചെയ്ത് കൊടുക്കണം ഈ ഒരു റീജിയൻ. അപ്പൊ ഞാൻ ആപ്പിൽ വന്ന് റീജിയൻ മിഡിൽ ഈസ്റ്റ് എടുത്തു, ലൊക്കേഷൻ UAE എടുത്തു. UAE ഇവിടെ 2 സിറ്റിയേ ഉള്ളൂ തൽക്കാലം ഇതിൽ, അബുദാബിയും ദുബായ്. UAE 7 എമിറേറ്റ് ഉണ്ട് അല്ലെ. ദുബായ് ഉണ്ട്, അബുദാബി ഉണ്ട്, ഷാർജ ഉണ്ട്, റാസ് അൽ ഖൈമ ഉണ്ട്, അലൈൻ ഉണ്ട്, ഫുജേറ ഉണ്ട്, ഉമ്മർ, അജ്മാൻ, ഷാർജ, 7 എണ്ണം വരും. അതില് ഹെക്ടിക് ആയിട്ട് ദുബായേക്കാളും കുറച്ചുകൂടെ ഹെക്ടിക് അറ്റ്മോസ്ഫിയർ വരുന്നത് അബുദാബിയിലാണ്. അപ്പൊ നിങ്ങൾ ദുബായ് തന്നെ സെലക്ട് ചെയ്യാം, അബുദാബി തന്നെ സെലക്ട് ചെയ്യാം, ബാക്കിയുള്ളതെല്ലാം അബുദാബി അങ്ങ് ചെയ്യാം. പക്ഷെ നമുക്കത് മാറ്റാൻ പറ്റും കേട്ടോ, അത് മാറ്റിയെടുക്കാൻ പറ്റും. തൽക്കാലം ഞാൻ എന്ത് ചെയ്യാം, ഞാനിപ്പോൾ അബുദാബി ആയതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് എടുക്കുന്നു, ലൊക്കേഷൻ എടുക്കുന്നു, സിറ്റി എടുക്കുന്നു. അതിനനുസരിച്ച് ഈ താഴോട്ട് കിടക്കുന്ന വാല്യൂ എല്ലാം മാറ്റും. ഓക്കെ എടുക്കുക, നിങ്ങൾക്ക് വർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഡേറ്റ കുറച്ച് പഴയതാണ്. ഇത് 2001 ഹാൻഡ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തതുകൊണ്ട് മാത്രം വർക്ക് ചെയ്താൽ അതിന്റെ ആക്യുറസി എന്താവില്ല, കറക്റ്റ് ആവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കത് മാറ്റേണ്ടതുണ്ട്. ശരി, ഇവിടെ വന്നാലും ഇവിടെ നമുക്ക് ഈ ഒരു സ്പേസിന്റെ ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്തിനാ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉപയോഗിക്കുന്നത്? നമ്മൾ ഓട്ടോമാറ്റിക് അത് വന്നതാ. ഭൂമി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വെർട്ടിക്കൽ ലൈനിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് എന്നും, ഇത് നമ്മുടെ 0 ആണ്, ഇതിനെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്നും പറയും. ഈ അബുദാബി നിൽക്കുന്നത് 24.4 ഡിഗ്രി. ഇത് മേളിലോട്ട് പോസിറ്റീവ് ആണ്, താഴോട്ട് നെഗറ്റീവ്. 24.4 ഡിഗ്രി മേളിലോട്ട്, 54.7 മൈനസ്, ഇവിടെ നിന്ന് -54.7 ഡിഗ്രി. ഏകദേശം ഈ ഒരു പോയിന്റിലായിട്ടാണ് അബുദാബി വരിക. അതായത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു സ്പേസിന് അല്ലെങ്കിൽ ഒരു പ്ലേസിനെ ഗ്ലോബിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും മാറുന്നതിനനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ സ്പേസിൽ വന്ന് പതിക്കുന്ന സൂര്യന്റെ അളവിന് അല്ലെങ്കിൽ ആ പ്രകാശത്തിന്റെ അളവിനും ഹീറ്റിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ സോളാർ ഹീറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലാറ്റിറ്റ്യൂഡും ലാഞ്ചിറ്റ്യൂഡും വെച്ചിട്ട് വേണം സോഫ്റ്റ്വെയർ അത് കണ്ടുപിടിക്കാൻ. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ശരി, ഇനിയുള്ളത് എലവേഷൻ എന്ന് പറയും. അതായത് സീ സർഫസ്, സമുദ്രനിരപ്പിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ സ്പേസ് എത്ര ഉയരത്തിലാണെന്ന് നോക്കാം. ഇവിടെ സമ്മർ ഡിസൈൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് എലവേഷൻ ഉണ്ട്. അബുദാബി എന്ന് പറയുന്നത് 26 പോയിന്റ്, സമുദ്രനിരപ്പിൽ നിന്ന് 26.8 മീറ്റർ ഉയരത്തിലാണ് അബുദാബി കിടക്കുന്നത്. അബുദാബി എന്ന് പറയുന്നത് എൻ്റെ അബുദാബി അല്ല, ഇത് അവിടെ ഒരു റെഫറൻസിന് എടുക്കുന്ന ഒരു പോയിന്റ് ആണ്. ആ ഒരു പോയിന്റ് 26.8 മീറ്ററിലാണ്. ഈ എലവേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, HVAC-യേക്കാൾ ഉപരി ഡ്രെയിനേജ് ചെയ്യുമ്പോൾ. എന്തുകൊണ്ടായിരിക്കാം? സാധാരണ അബുദാബിയിൽ എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്. ഫൈനലി അബുദാബി എന്ന് പറയുന്ന സിറ്റിയുടെ ഡ്രെയിനേജ് ചെയ്യുമ്പോൾ ഈ ഡ്രെയിനേജ് എല്ലാം അവസാനം വന്നു ചേരുന്നത് എവിടെയാണ്? കടലിലാണ്. അപ്പോൾ കടലിനേക്കാളും ഈ ലാൻഡ് ഉയർന്നിരുന്നാൽ മാത്രമേ ബൈ ഗ്രാവിറ്റിയിൽ അത് പോയി കടലിൽ വീഴുള്ളൂ. ഈ ലാൻഡുകൾ കടലിനേക്കാളും താഴെയാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ പമ്പ് ചെയ്തിട്ടാലും ഇത് ഒന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ച് ലാൻഡിലോട്ട് തന്നെ വരും.
അങ്ങനെ സമുദ്രനിരപ്പിൽ നിന്നും താഴോട്ട് സ്പേസുകൾ ഇരിക്കുന്നത് ഒട്ടും നല്ലതല്ല. ലോകം മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും താഴോട്ടിരിക്കുന്ന ഒരു പ്ലേസ് നമ്മുടെ കേരളത്തിലാണ്, കുട്ടനാട്, ആലപ്പുഴ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മറന്നു കളയേണ്ട ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ആലപ്പുഴയിൽ ഡ്രെയിനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എത്ര ബാരിയർ ഉണ്ടാക്കി കഴിഞ്ഞാലും ശരി, നല്ലൊരു വേലിയേറ്റമൊക്കെ വരുന്ന സമയത്ത് വേലിയേറ്റത്തിന് നമുക്കൊരു പരിധി വരെ നമുക്ക് ചിറയൊക്കെ കെട്ടി ഒതുക്കാം. ഇൻഫിൽട്രേഷൻ, അകത്തൂടെ ഒഴുകുന്നതും മണ്ണിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിന് നമുക്കൊരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ചെയ്യാനായിട്ട് പാടാണ്. ഉദാഹരണം ആലോചിച്ച് നോക്ക്, വെള്ളക്കെട്ടുള്ളൊരു ഭാഗത്ത് നമുക്ക് ഡ്രെയിനേജ് സിസ്റ്റം ചെയ്യാൻ പറ്റും. മഴ വെള്ളുമ്പോൾ നിങ്ങൾ ടോയ്ലറ്റൊക്കെ ഫ്ലഷ് ചെയ്യുമ്പോൾ ആ വെള്ളം ടോയ്ലറ്റ് സെപ്റ്റിക് ടാങ്കിനകത്ത് ആ വെള്ളം നിറഞ്ഞു കിടക്കും. അപ്പോൾ നിങ്ങൾ ഫ്ലഷ് ചെയ്താലും ആ വെള്ളം മണ്ണിനകത്തോട്ട് ഇറങ്ങാത്തൊരവസ്ഥ ഉണ്ടാവും. ലാൻഡ് മേടിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ചെയ്യാൻ പറ്റൂ. ചെയ്യാൻ പറ്റൂലേ എന്ന് ചോദിച്ചാൽ ചെയ്യാം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബേസ്മെന്റ് ഒക്കെ കെട്ടി ഉയർത്തി നമ്മൾ എന്ത് ചെയ്യണം, ഡ്രെയിനേജ് സിസ്റ്റം ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മഴ വെള്ളം വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ പറയുന്ന ഡിസഡ്വാൻറ്റേജസ് ഒക്കെ അനുഭവിക്കുക. നമ്മുടെ കുട്ടനാട് അങ്ങനെ ഒരു സ്ഥലമാണ്. ഓക്കെ, ശരി. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന സമ്മർ ഡിസൈൻ ഡ്രൈ ബൾബ്, സമ്മർ വെറ്റ് ബൾബ്, സമ്മർ ഡെയിലി റേഞ്ച്, വിന്റർ, ഈ പറയുന്ന ടൈമുകളാണ് നമുക്ക് വേണ്ടത്. അതായത് അബുദാബിയിൽ സമ്മറിൽ വരുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ് തന്നിട്ടുണ്ട്? 43.9 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. പക്ഷെ ഇത് മാറ്റം, ശരിക്കും അത്രേ വരാറുള്ളൂ, അല്ല 50 ഒക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ AC സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സ്പേസിൽ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ റിപ്പോർട്ട് ചെയ്ത മാക്സിമം ടെമ്പറേച്ചർ എടുത്തല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ AC സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റും അതിന്റെ കപ്പാസിറ്റിയും ഒക്കെ കൂട്ടും. ചിലപ്പോൾ അബുദാബിയിലാണെങ്കിലും മാക്സിമം ഒരിക്കൽ ചിലപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അതെന്ന് പറയുന്നത് എൻ്റയർ അബുദാബിയിൽ ഏതെങ്കിലും ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് ചിലപ്പോൾ ഒരു 30 മിനിറ്റോ 1 മണിക്കൂറോ ആയിരിക്കും ആ ഒരു ടെമ്പറേച്ചർ നിലനിന്നിട്ടുണ്ടാവുക. ആ ഒരു മണിക്കൂർ നിൽക്കുന്ന ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് നിങ്ങൾ AC മെഷീൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ആ ACയുടെ കപ്പാസിറ്റി ഒരുപാട് കൂടി പോവില്ലേ? അപ്പൊ നമുക്ക് ഒരു ടെമ്പറേച്ചർ മാക്സിമം റെക്കോർഡ് ചെയ്ത ടെമ്പറേച്ചർ മിനിമം 1-2 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ടെമ്പറേച്ചർ ഏതോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം ACയെ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് 43.9. പക്ഷേ ഈ 43.9 എന്ന് പറയുന്നത് കുറച്ച് പഴയതാണ്. നമുക്ക് പുതിയതായിട്ടുള്ള ഡേറ്റ ബുക്കിൽ നിന്ന് എടുക്കാം, പുതിയ ഡേറ്റ എടുക്കാം. പുതിയ ഡേറ്റ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പുതിയ അശ്രയ ഫണ്ടമെന്റൽസിന്റെ ഹാൻഡ് ബുക്കിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്യാം. ഇല്ല നമ്മൾ വർക്ക് ചെയ്യുന്ന കൺട്രിയുടെ ലോക്കൽ ഡേറ്റ ബുക്കിൽ നിന്ന് എടുക്കാൻ പറ്റും. എല്ലാ രീതിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഞാൻ അശ്രയുടെ ഹാൻഡ് ബുക്കിലോട്ട് നോക്കാം. ഇതിപ്പോൾ 2009-ന്റെ ഡേറ്റയാണ് എടുക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ പുതിയ ഡേറ്റ വേണ്ടതുണ്ട്. പുതിയ ഡേറ്റ ഇതിനകത്ത് ഉണ്ടോ നോക്കട്ടെ. എൻ്റെ മൊബൈലിനകത്തുണ്ട് കേട്ടോ. അശ്രയുടെ 2017-ന്റെ ഫണ്ടമെന്റൽസിൽ നോക്കാം. അതിന് SI ഉണ്ട്, IP ഉണ്ട്. ഉണ്ട്, ഞാൻ മേളിലത്തെ കമ്പ്യൂട്ടറിൽ കിടക്കുന്നു. ഇതിനകത്ത് കിടക്കുന്ന കുറച്ച് 2009 പഴയതാണ്. ഇതെടുത്തിട്ട് കാര്യമാണ്, നമുക്ക് കുറച്ചുകൂടെ പുതിയതെടുക്കാം. എന്തായാലും ഹാപ്പ് എടുക്കുന്ന ഇതിൽ കിടക്കുന്ന 2001-ലാണ്. അതിനുശേഷമുള്ള വർഷം 5.4 ഇതിലൊക്കെ 2009 വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വേണം. ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നു.
ഇത്രയും വരും. ഫോൺ അവിടെ ഇരുന്നു. ഓക്കെ, എന്നിരുന്നാലും അത് പറട്ടെ തൽക്കാലം. അല്ലെങ്കിൽ ഞാൻ 2017 എടുക്കുന്ന കാണിച്ചു തരാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് അശ്രയുടെ ക്ലൈമറ്റ് ഡേറ്റ എന്ന്, അശ്രയ ക്ലൈമറ്റ് ഡേറ്റയാണ്. അശ്രയുടെ ക്ലൈമറ്റ് ഡേറ്റയിൽ വന്നാൽ ഇപ്പൊ ഏഷ്യ എടുക്കാം. ഞാൻ ഇതിനകത്തുനിന്ന് എനിക്ക് ആ ഒരു സ്പേസ് കണ്ടുപിടിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഏഷ്യ എടുത്ത് ചെയ്യാം. ഇതിനകത്ത് മാപ്പിൽ നിന്ന് എടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ 2009 ഹാൻഡ് ബുക്ക്, 13 ഹാൻഡ് ബുക്ക്, 17 ഹാൻഡ് ബുക്ക്, 21 ഹാൻഡ് ബുക്ക്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എടുക്കാം. ഞാൻ 2021 എടുത്തിട്ട് ഈ 2021 ഡേറ്റ വേണം, അതൊന്ന് ലോഡായി വരട്ടെ. എന്റെ ഫോൺ ഒന്ന് എടുക്കും, സ്വാതിയുടെ കയ്യിലാണ് ഫോൺ. വേറൊരു ഡിസ്കണക്ട്. ഓക്കെ, ഇതിൽ ഞാൻ 2021 എടുക്കുന്നു. 2021 ഇതിനകത്ത് നമുക്ക് UAE എടുക്കാം. UAE അബുദാബി ഇന്റർനാഷണൽ ഉണ്ട്. ഇവിടെ അബുദാബി, ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അബുദാബിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഇതിൽ നിന്ന് എടുക്കാം. നമുക്ക് അബുദാബി എടുക്കുമ്പോഴത്തേക്കും കുറച്ച് താഴോട്ട് വരിക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും. അതായത് ഇത് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ കൂളിങ്ങിൻ്റെ ആണ് വേണ്ടതെങ്കിൽ കൂളിങ്ങിന്റെ ഇത് നോക്കിയിട്ട് അതിലോട്ട് പോവാം. കൂളിങ്ങിന്റെ ആണ് വേണ്ടതെങ്കിൽ ഇവിടെ കൂളിംഗ് ഡ്രൈ ബൾബ് അല്ലെങ്കിൽ മീൻ കോയിൻസിഡന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അത് 3 കണ്ടീഷനിൽ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0.4%, 1%, 2%. ഈ 3 കണ്ടീഷനിലും 0.4% ഡ്രൈ ബൾബും മീൻ കോയിൻസിഡന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും. അതായത് ഈ 0.4% എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെ 365 ദിവസത്തിൽ 0.4%. 365 ദിവസത്തിൽ 0.4% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 ദിവസത്തിൽ കൂടുതൽ വരും. അതായത് 365 × 0.4 മൾട്ടിപ്ലൈഡ് ബൈ 365 × 0.4 ഡിവൈഡഡ് ബൈ 100 എത്ര വരും? 1.46. 1.5 ദിവസം. അതാണിത്. 0.4% നമുക്ക് എടുക്കാം ഈ ഒരു ടെമ്പറേച്ചർ. അതായത് ഈ 0.4% എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 45.1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അബുദാബിയിൽ ഒരു വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1.5 ദിവസം വരെ, ഏകദേശം 30-35 മണിക്കൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടെമ്പറേച്ചറാണ്. ഇത് വെച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ 1%. അതായത് അബുദാബിയിലെ ഏകദേശം 365-ന്റെ 1% എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 3.65 ദിവസം ഈ 43.9 നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് 2%. അപ്പോൾ 0.4% ആണ് എപ്പോഴും സേഫ് എന്ന് പറയുന്നത്. കാരണം ഏറ്റവും പീക്കായിട്ട് വരുന്ന ദിവസങ്ങളിൽ പോലും AC അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അതായത് നിങ്ങൾക്ക് എനർജി എഫിഷ്യൻ അല്ലെങ്കിൽ എന്താ, നിങ്ങൾ ഈ പറയുന്ന 2 ദിവസം ഇച്ചിരി തണുപ്പ് കുറവാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1%-ൽ എടുക്കാം.
കാരണം ഈ കാണുന്ന 43.9 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ജസ്റ്റ് 3 ദിവസം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതൊന്നും വേണ്ടാന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. AC ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറയും, പക്ഷെ നമുക്ക് എല്ലാ സമയവും കംഫർട്ട് വേണം. അതുകൊണ്ട് 0.4% ഇട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോ അബുദാബിയില് ഒരു വർഷത്തെ 0.4% ദിവസം നിൽക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 45.1 ആണ്. ആ ദിവസങ്ങളിൽ വരുന്ന ആവറേജ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്രയാണ്? 23. ആ ദിവസങ്ങളിൽ, അതായത് പീക്ക് അറ്റ്മോസ്ഫിയറിൽ വരുന്ന ഈ 0.4% ദിവസങ്ങളിൽ വരുന്ന ആവറേജ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്ര വരാം? ഇതിന് തുല്യമായിട്ട് വരുന്ന 45.1 വരുന്ന സമയങ്ങളിൽ 23 ആണ്. ഓക്കെ, ഇത് നമുക്കിതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഈ ക്ലൈമറ്റ് ഡേറ്റ എടുക്കാം. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് മേളിൽ മാപ്പ് ഉണ്ട്. ഈ മാപ്പ് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണം, എനിക്ക് ഈ മാപ്പിൽ ഞാൻ സെർച്ച് ചെയ്യാണ് അബുദാബി എന്ന് സെർച്ച് ചെയ്തു. അപ്പൊ താഴെ അബുദാബി വരും. അബുദാബിയിലെ 2 ഏരിയാസ് വരുന്നു. എനിക്കിപ്പോ ഇവിടുത്തെ പാപ്പനംകോട് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഞാനിപ്പോ സെർച്ചിൽ വന്നിട്ട് പാപ്പനംകോടിന് പകരം തിരുവനന്തപുരം ആയിരിക്കും വരുന്നത്. പാപ്പനംകോട് തിരുവനന്തപുരം എടുക്കുമ്പോൾ ഇതിന് തൊട്ടടുത്ത് വരുന്ന ക്ലൈമറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരം, കൊച്ചിയൊക്കെയാണ്. ഇവിടുത്തെ ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും അടുത്ത് വരുന്ന സ്റ്റേഷൻ, അല്ലാതെ എല്ലാ സ്പേസിലുള്ളത് നമുക്ക് കിട്ടിയെന്നില്ല. തൊട്ടടുത്ത് വരുന്ന ഏതാണ്? തിരുവനന്തപുരം അല്ലേ? നമുക്ക് തിരുവനന്തപുരം എടുക്കാം. തിരുവനന്തപുരം സെലക്ട് ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരത്ത് 0.4, അതായത് സമ്മർ ടൈമിൽ പോലും 2021 ക്ലൈമറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം വരുന്ന എത്രയാണ്? 34.2 ആണ്. ഇതാണ് നമ്മളവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. ഇതാണ് കൊടുക്കേണ്ടത്. അപ്പൊ എന്തായാലും ഞാൻ ഡീൽ ചെയ്യുന്ന ഏത് അബുദാബി അല്ലേ? അപ്പൊ എനിക്ക് അബുദാബി തന്നെ എടുത്താൽ മതി. സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്റ്റേഷനിൽ നിന്നും എടുക്കാം, സ്റ്റേഷനിൽ ഏഷ്യയിൽ പോയി എടുക്കാം, അല്ലെങ്കിൽ മാപ്പിൽ നിന്ന് സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാം. ഞാനിപ്പം അബുദാബി സെർച്ച് ചെയ്യുന്നു. തൊട്ടടുത്തുള്ള സ്റ്റേഷൻസ് ദുബായ്, ഷാർജ നിനക്ക് വരുന്നുണ്ട്, അബുദാബി ഉണ്ട്. അബുദാബിയിൽ 2021 എത്രയാണ് വരുന്നത്? 2021 45.1 ആണ്. എന്നാൽ 2001 അത് എത്രയായിരുന്നു? 43. ഓരോ വർഷവും ഏകദേശം 0.1 അടുപ്പിച്ച്, അല്ലെങ്കിൽ 0.1 ഡിഗ്രി സെൽഷ്യസ് അടുപ്പിച്ച് ടെമ്പറേച്ചറിൽ ഗ്ലോബൽ വാർമിംഗ് കാരണം വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഓരോ വർഷവും 0.1 വെച്ചിട്ട് 10 വർഷമാകുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് മാറും. 20 വർഷമാകുമ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഇതിപ്പോ 2001 അപേക്ഷിച്ച് 2021 ആകുമ്പോൾ ടെമ്പറേച്ചർ 43.1 നിന്ന് 43.9 നിന്ന് ഏകദേശം 45 എത്തി. 2 അല്ല 1.5 അടുപ്പിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് 100 വർഷം കഴിയുമ്പോൾ ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ആ സമയത്തൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്നതാണുള്ള നമ്മുടെ ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ ശരി, എന്തായാലും നമുക്ക് മാറ്റായത്. എലവേഷൻ ഒക്കെ സെയിം തന്നെയാണ്. എലവേഷൻ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എലവേഷൻ ഉണ്ട്. ഇവിടുത്തെ എലവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? അബുദാബിയിലെ ഈ ഏരിയയിൽ 27 എലവേഷൻ. ഇവിടെ 27 തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ 27 കൊടുക്കാം. 26.8 മാറ്റണമെന്നില്ല. 27 കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി സമ്മർ ഡിസൈൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്ര വരും? സമ്മർ ഡിസൈൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇവിടെ നമുക്ക് 0.4%. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഫംഗ്ഷൻ കീ F1 പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഫംഗ്ഷൻ കീ F1 പ്രസ് ചെയ്യുമ്പോൾ സമ്മർ കോയിൻസിഡന്റ് ഡ്രൈ ബൾബ് ഉപയോഗിക്കേണ്ടത് സേഫസ്റ്റ് ആയിട്ട് ആപ്പ് ഉപയോഗിക്കേണ്ട ഏതെല്ലാണ്? 0.4% ഡിസൈൻ കൺസിഡറേഷൻ ആണെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ട് ചെയ്താൽ മതി. ഞാനിവിടെ അത് എത്രയാക്കുന്നു? ഞാനത് 45.1 23 ആക്കുന്നു. 45.1 23 ആകും. ഇനി സമ്മർ ഡെയിലി റേഞ്ച് എന്ന് പറയുന്നത് വിന്റർ ടെമ്പറേച്ചറും സമ്മർ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് അല്ല. അതായത് ഈ 45.1 ഡിഗ്രി സെൽഷ്യസ് അറ്റ്മോസ്ഫിയറിൽ വരുന്ന ഒരു ദിവസമുണ്ട്. അത് ചിലപ്പോൾ അറ്റ്മോസ്ഫിയറിൽ 1, 2, 3 ദിവസങ്ങളിൽ വരാം. ആ സമയത്ത് ഇതാണ് മാക്സിമം ടെമ്പറേച്ചർ. എന്നാൽ അതേ ദിവസം 24 മണിക്കൂർ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു മിനിമം ടെമ്പറേച്ചർ വരാറുണ്ട്. അതൊരു 33.1 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വെച്ചു. അതായത് പീക്ക് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വരുന്ന ആ ദിവസത്തിൽ വരുന്ന ഒരു രാവിലെ 12 മണിക്കും രാത്രി 11:59 ഇടയ്ക്ക് ആ ഒരു 24 മണിക്കൂറിനിടയ്ക്ക് വരുന്ന മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് സമ്മർ ഡെയിലി റേഞ്ച് എന്ന് പറയുന്നത്.
അത് എത്ര വരെ വരാം? 45.1 ആണെങ്കിൽ ചിലപ്പോൾ ഒരു 33 ആണെങ്കിൽ 45 - 33 12 ആയിരിക്കും സമ്മർ ഡെയിലി റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അതും ഇവിടെ തന്നിട്ടുണ്ട് സമ്മർ ഡെയിലി റേഞ്ച് എത്രയാണെന്ന്. അത് ആനുവൽ കൂളിംഗിൽ സമ്മർ ഹോട്ടസ്റ്റ് മന്ത് ഡ്രൈ ബൾബ് റേഞ്ച് എന്ന് പറയുന്നത് 12.1 ഡിഗ്രിയാണ്. 12.1 ഈ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സമ്മർ ഡെയിലി റേഞ്ച് 12.1 ആണ്. ഇത് സമ്മർ ഡെയിലി റേഞ്ച് ആണ്. ഞാൻ തുടക്ക ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, രണ്ട് ടെമ്പറേച്ചറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ അത് ഡിഗ്രി കെൽവിൻ ആവട്ടെ ഡിഗ്രി സെൽഷ്യസ് ആവട്ടെ കുഴപ്പമില്ല. നമ്മൾ 273 ആഡ് ചെയ്യുന്നു, 273 ഡിഡക്ട് ചെയ്യുന്നു. കെൽവിൻ ആണെങ്കിലും ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും ഒരേ വാല്യൂ അല്ലേ കിട്ടുള്ളൂ. ഇത് തന്നെ ശരി. ഇനി വിന്ററിൽ ഡ്രൈ ബൾബ് എത്ര വരാം? ഇത് തണുപ്പ് സമയത്തുള്ളത്, ഹീറ്റിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. സമയത്ത് ഇതിന് തൊട്ട് മുകളിലുണ്ട്. വിന്ററിൽ 99.6% ദിവസങ്ങളിലും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും കൂടുതൽ സമയത്ത് വരുന്നത് എത്രയാണ്? 99.6% ദിവസങ്ങളിലും വരുന്ന ടെമ്പറേച്ചർ എത്രയാണ് വിന്റർ ടൈമിൽ? 12 ഡിഗ്രിയാണ്. ഈ 12 ഡിഗ്രി നമുക്ക് കൊടുക്കാം. 12 വിന്റർ ഡിസൈനിൽ വരുന്നത് 12 ആണ്. വിന്ററിലെ ടെമ്പറേച്ചർ കൂടുകയും സമ്മറിലും വിന്ററിലും ഒക്കെ ടെമ്പറേച്ചർ കൂടി വരുന്നുണ്ട് ഗ്ലോബൽ വാർമിംഗ് കാരണം. വിന്ററിന്റെ വെറ്റ് ബൾബ് ചിലപ്പോൾ ഇവിടെ കിട്ടിയെന്ന് വരില്ല. ഡ്രൈ ബൾബ് മാത്രമേ തന്നിട്ടുള്ളൂ. വെറ്റ് ബൾബ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ആ വെറ്റ് ബൾബ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഹീറ്റിംഗ് ലോഡിനുള്ളതാണ്. പ്രഷർ എത്ര വേണം? പ്രഷർ ഈ ഭാഗത്തുള്ള പ്രഷർ സ്റ്റാൻഡേർഡ് പ്രഷർ 101 കിലോ പാസ്കലാണ് ഈ തന്നേക്കുന്നത്. 101 കിലോ പാസ്കൽ ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. 101.000. അതായത് അബുദാബിയിൽ വരുന്ന ആ പ്രഷറാണ് തന്നേക്കുന്നത്. 101 കിലോ പാസ്കൽ അത് കൊടുത്തു ഞാൻ മേളിൽ. ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാം. ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? ഓൾട്ടിറ്റ്യൂഡ് 27 ആണ്. ഇവിടെ 27.1 കുഴപ്പമില്ല, 27 മാറ്റാം. ഇനി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈ പറയുന്ന സമ്മറിൽ എത്രയാണ്? ഈ 12 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വരുമ്പോൾ എത്രത്തോളം വെറ്റ് ബൾബ് വരാമെന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഞാൻ 12 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഇവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇവിടെ ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് വെറ്റ് ബൾബ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ്മോസ്ഫിയറിൽ ഡ്രൈ ബൾബ് 12 വരുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് കൂടുതലും വേണ്ട, ഒരുപാട് കുറവും വേണ്ട. നമുക്കൊരു 50% ആവറേജ് ആയിട്ട് ഇട്ടിട്ട് എത്ര വരുമെന്ന് നോക്കാം. ഞാനിവിടെ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൊടുത്ത് എൻ്റർ ചെയ്താൽ വെറ്റ് ബൾബ് അതിന് തുല്യമായിട്ട് എത്ര വരും? 7.2 വരും. ഇത് തന്നെ കൊടുത്താൽ മതി. വേണമെങ്കിൽ വെറ്റ് ബൾബ് ഒരു 30% താഴ്ത്തി അത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് ഒരുപാട് കൂടുകയും വേണ്ട, ഒരുപാട് കുറയുകയും വേണ്ട. ഞാൻ എന്ത് ചെയ്യുന്നു? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി സേഫ് സൈഡ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇട്ട് നോക്കുമ്പോൾ എനിക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇവിടെ കിട്ടി. ടെമ്പറേച്ചർ വെറ്റ് ബൾബ് ഇൻ ഡിഗ്രി സെൽഷ്യസ് 7.2 ആണ്. അപ്പം ഞാൻ ഇതിനെ എടുത്തതിന് ശേഷം ഇത് ഞാൻ എത്ര കൊടുക്കുന്നു? 7.2. ഇത്രയും എഡിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്യുറസി കൂടുകയുള്ളൂ. ഇതേ സാധനം ഞാനിപ്പോൾ ഓക്കെ കൊടുക്കും. ഇതേ സാധനം നമുക്ക് അശ്രയുടെ ഫണ്ടമെന്റൽ ഹാൻഡ് ബുക്കിൽ നിന്ന് എടുക്കാന്നുള്ളതാണ്. ഇത് അശ്രയുടെ ഫണ്ടമെന്റൽ ഹാൻഡ് ബുക്കാണ്. ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തതല്ലേ, ഡൗൺലോഡ്സിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ ഫണ്ടമെന്റൽ ഹാൻഡ് ബുക്ക് ശരിയാണ്, മാറ്റാം. ഇതില് നമ്മുടെ ചാപ്റ്റർ നോക്കാം. അശ്രയ ഫണ്ടമെന്റൽസിൽ നമ്മുടെ ചാപ്റ്റർ നമ്പർ 14 ക്ലൈമറ്റ് ഡിസൈൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ നമ്പർ 14 ഇതുണ്ട്. ചാപ്റ്റർ നമ്പർ 14 പോവാം. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മേളിൽ നോക്കിയാൽ ഇതിപ്പോൾ ചാപ്റ്റർ നമ്പർ 21 പേജ് 22. ചാപ്റ്റർ നമ്പർ 14 ഇത് ചാപ്റ്റർ നമ്പർ 18 ഇത് ചാപ്റ്റർ നമ്പർ 15, ചാപ്റ്റർ നമ്പർ 14. ഈ ചാപ്റ്റർ നമ്പർ 14 ലാസ്റ്റ് പേജുകളിലോട്ട് പോവാം. എന്നിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യും. ഇത് താഴോട്ട് പോകുമ്പോൾ ആ തുടക്കത്തിൽ കിടക്കുന്ന ഈ സിറ്റികൾ സ്റ്റേഷൻ എന്ന് പറയുന്നത് USA ആണ്. നമ്മൾ അതിൽ നിന്ന് UAE കണ്ടുപിടിക്കണം. ഇത് 2017 ഡേറ്റയാണ്. ഇനി സ്റ്റാർട്ട് ചെയ്യും. ABC ആൽഫബറ്റിക് ഓർഡറിൽ USA സിറ്റികൾ കഴിഞ്ഞാൽ
നമുക്ക് ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഇവിടെ ഉണ്ട്. ഇന്ത്യയുടെ അഹമ്മദാബാദ്. ഇപ്പോൾ കേരളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം കാണും. തിരുവനന്തപുരം ഉണ്ട്, കോഴിക്കോടുണ്ട്, എറണാകുളം ഇല്ല, കൊച്ചി കാണാനുള്ള സാധ്യതയുണ്ട്, ഇല്ല, കോഴിക്കോട് മാത്രമാണ്. ഇതിൽ UAE എടുത്തു. UAE എടുത്താൽ ഇവിടെ ഉണ്ട്. ശരിക്കും ഞാൻ മേളത്തെ ടാബിനെ ഇവിടെ നിന്ന് പ്ലോട്ട് ചെയ്യാം. അതായത് സ്റ്റേഷൻ കൂളിംഗ് ഡ്രൈ ബൾബിൽ 0.4% ഞാൻ മേളിലോട്ട് വരയ്ക്കുന്നു. കാരണം മേളിൽ നിന്ന് പ്ലോട്ട് ചെയ്ത് ആ സ്ക്രീനിൽ ചെറുതാക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ താഴെ നിന്ന് പ്ലോട്ട് ചെയ്തു. ഇതാണ് 0.4% ഡ്രൈ ബൾബും 0.4% വെറ്റ് ബൾബും. UAE അബുദാബിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അബുദാബിയിലെ ടെമ്പറേച്ചർ 2017 എത്രയായിരുന്നു? 44.9. ഇതാണ് അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. മീൻ കോയിൻസിഡന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്രയാണ്? 20. ഇത് 2017 2021 ഇത് എത്രയായി? ഇപ്പൊ നമ്മളെ ലേറ്റസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ഡേറ്റയിൽ നിന്ന് നമുക്ക് എടുക്കാം, അതിനെ ഇതിൽ നിന്ന് എടുക്കാം, PDF നിന്ന് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് ഇടാന്നുള്ളതാണ്. ശരി, അപ്പൊ എന്തായാലും അത് ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുത്തതിന് ശേഷം ഓക്കെ, ഇപ്പൊ അത് അബുദാബി കാണിക്കുന്നുണ്ട്. മാത്രമല്ല 2011 എന്ന് പറഞ്ഞ് കിടക്കുന്ന ഇപ്പൊ യൂസർ മോഡിഫൈഡ് എന്ന് കിടക്കുന്നുണ്ട്. ഞാനത് മാറ്റിയതുകൊണ്ട് ബാക്കിയുള്ള ഡേറ്റയൊക്കെ ജസ്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അറ്റ്മോസ്ഫിയറിക് ക്ലിയറൻസ് നമ്പർ. അറ്റ്മോസ്ഫിയറിക് ക്ലിയറൻസ് നമ്പർ എന്ന് പറയുന്നത് സോളാറിന്റെ ഹീറ്റ് ഗെയിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറാണ്. സാധാരണ ഇതിന്റെ വാല്യൂ 0.8, 1, 1.15 ഒക്കെ കൊടുക്കാവുന്നതാണ്. 1 ആണ് നല്ലത്. ഉദാഹരണം ഫംഗ്ഷൻ കീ F1 പോയാൽ നമുക്ക് മനസ്സിലാക്കാം. അറ്റ്മോസ്ഫിയറിക് ക്ലിയറൻസ് നമ്പർ വളരെ ക്ലൗഡി ആണെങ്കിൽ 0.85, ടിപ്പിക്കൽ കണ്ടീഷനിൽ 1, ക്ലിയർ കണ്ടീഷനിൽ 1.15 കൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് മേഘം അല്ലെങ്കിൽ ക്ലൗഡ് ഉണ്ടെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിന്റെ ആ റേഡിയേഷൻ ഹീറ്റിന്റെ ഒരു നല്ലൊരു ശതമാനം അത് പ്രിവെന്റ് ചെയ്യും. ഇപ്പൊ ക്ലൗഡി കണ്ടീഷനിലാണെങ്കിൽ ക്ലിയറൻസ് നമ്പർ 0.85 എടുത്താൽ മതി. അതായത് വന്ന് പതിക്കുന്ന ഹീറ്റിന്റെ 85% ക്ലൗഡ് കടത്തിവിടും, ബാക്കി അത് പ്രിവെന്റ് ചെയ്യുമെന്നുള്ളൊരു കൺസെപ്റ്റ് ആണെന്ന് വെച്ചോളൂ. എന്നാൽ ടിപ്പിക്കൽ നോർമലി നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര എടുത്താൽ മതി? 1 എടുത്താൽ മതി. വളരെ ക്ലിയർ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണെങ്കിൽ 1.15 എടുക്കാം. പ്രീസെറ്റ് ആയിട്ട് സെലക്ട് ചെയ്തേക്കുന്ന വാല്യൂ എത്രയാണ്? 1 ആണ്. നിങ്ങൾ അത് തന്നെ ഇട്ടാൽ മതി. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ക്ലൗഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് 1 ഇട്ട് തന്നെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി ആവറേജ് ഗ്രൗണ്ട് റിഫ്ലക്റ്റൻസ് എന്ന് പറയും. ആവറേജ് ഗ്രൗണ്ട് റിഫ്ലക്റ്റൻസ് ഇതാണ് അതിന്റെ ഡേറ്റ വരുന്നത്. അതായത് സോയിലിലൂടെയുള്ള ഹീറ്റ് മനസ്സിലാക്കാം. ഇപ്പോൾ സൂര്യപ്രകാശം ഒരു വിഹിതം മണ്ണിൽ പതിച്ചതിന് ശേഷം കുറേ ഭാഗം മണ്ണിലോട്ട് കടന്നു പോകും. മാത്രമുള്ളത് ബാക്കിയുള്ളത് ഈ ബിൽഡിങ്ങിന്റെ ഔട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ റിഫ്ലക്ട് ചെയ്ത് ബിൽഡിങ്ങിലോട്ടൊക്കെ വിടും. അപ്പം ഈ ടൈപ്പ് ഹീറ്റ് സോയിലിലൂടെ കടത്തിവിടാൻ ഈ ഒരു മെറ്റീരിയൽ റിഫ്ലക്ട് ചെയ്യുന്ന ഹീറ്റും മണ്ണിലോട്ട് കടത്തിവിടുന്ന ഹീറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ സോയിലിലോട്ട് പോകുന്ന ഹീറ്റിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ടൈപ്പ് അതായത് ഇപ്പോൾ പുതിയ കോൺക്രീറ്റ് ആണ് ഇതെങ്കിൽ അത് ഒരു 0.31 മുതൽ 0.34 ആണ്. ഗ്രാസ് ഒക്കെ ആണെങ്കിലോ, ഒരു ഗ്രീൻ ഗ്രാസ് ഒക്കെ ആണെങ്കിൽ 0.21 മുതൽ 0.31 ആവും. അപ്പം ആവറേജ് ആയിട്ട് അത് കൺസിഡർ ചെയ്തേക്കുന്നത് 0.35 ആണെന്ന് തോന്നുന്നു, അല്ലെ? 0.2 ആണ് കൺസിഡർ ചെയ്തത്. 0.2 മാറ്റണമെന്നില്ല, അത് തന്നെ ഇട്ടിരുന്നാൽ മതി. ഗ്രൗണ്ട് റിഫ്ലക്റ്റൻസ് ബിറ്റുമിനിലൊക്കെ വരുന്നത്, പാർക്കിംഗ് ലോട്ടിലൊക്കെ വരുന്നത് 0.2 ആണ്. അതായത് ഏകദേശം 20% റിഫ്ലക്ട് ചെയ്യും, ബാക്കിയുള്ളതിന് അത് കടത്തിവിടുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഇനിയുള്ളത് സോയിലിന്റെ കണ്ടക്ടിവിറ്റിയാണ്. അതും വിന്റർ ടൈമിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് ഈ സൂര്യപ്രകാശം മണ്ണിലൊക്കെ വന്ന് പതിച്ച് അതിന്റെ ഹീറ്റ് മണ്ണിന് കിട്ടിക്കഴിഞ്ഞാൽ നിശ്ചിത ശതമാനം ഹീറ്റ് താഴോട്ട് കടന്നു പോകും. ആ കടന്നു പോകുന്നതിന്റെ ഒരു വിഹിതം നേരെ മണ്ണിലൂടെ കടന്ന് ഫ്ലോർ വഴി റൂമിനകത്തോട്ട് കടന്നു വരാറുണ്ട്. ഈ എഡ്ജസ് ഒക്കെ വഴി കയറി വരാറുണ്ട്. അപ്പോൾ സോയിലിന്റെ കണ്ടക്ടിവിറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ സോയിലിലൂടെ കടന്നു പോകുന്ന ഹീറ്റ് എത്രയാണെന്നും അതിന് മനസ്സിലാക്കാൻ പറ്റൂ. അത് ടൈപ്പ് ഓഫ് സോയിൽ അനുസരിച്ച് മാറും. ആവറേജ് അത് 1.35 ആണ്. എന്നാൽ ടൈപ്പ് ഓഫ് സോയിൽ അനുസരിച്ച് അത് മാറും. ഫംഗ്ഷൻ കീ F1 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് ടൈപ്പ് ഓഫ് സാൻഡ്, സ്ലിറ്റ്, ക്ലേ, ലോം സാൻഡ് അനുസരിച്ച് നോർമൽ റേഞ്ച് ഇവിടെ തന്നിട്ടുണ്ട്.
അത് നിങ്ങൾ മാറ്റണമെന്നില്ല. ഇതൊക്കെ പ്രീസെറ്റ് ആയിട്ട് കിടക്കുന്ന വാല്യൂ അങ്ങനെ തന്നെ ഇട്ടിരുന്നാൽ മതി. ഇത് 1.3 ആണ്, അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി അടുത്തത് അത് ആ മെറ്റീരിയൽ അനുസരിച്ചിട്ടുള്ള വാല്യൂ ആണ്. ഈ അശ്രയ കരിയർ മൊത്തം എടുത്തേക്കുന്നത് അശ്രയ ഹാൻഡ് ബുക്കുകളിൽ നിന്നാണ്. ഇനി അടുത്തത് ഡിസൈൻ കാൽക്കുലേഷൻ. അതായത് ചിലപ്പോൾ ഇതിലിപ്പോൾ ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള മൊത്തം മാസത്തെയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇല്ല, നിങ്ങൾക്ക് ഒരു ഫെബ്രുവരി മുതൽ ജൂലൈ വരെ മാസമുള്ള മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ ഫെബ്രുവരി സെലക്ട് ചെയ്യുക, ഇവിടെ എന്തേ സെലക്ട് ചെയ്യുക, ജൂലൈ സെലക്ട് ചെയ്യുക. ആ ഒരു പീരീഡിൽ മാത്രമായിരിക്കും സോഫ്റ്റ്വെയർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ജാനുവരി മുതൽ ഡിസംബർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അറ്റ്മോസ്ഫിയർ മാത്രമല്ല ഒരു ഫാക്ടറായിട്ട് എടുക്കേണ്ടത്, ബാക്കിയുള്ള മാസങ്ങളും. ഇപ്പം ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ മാർച്ചിലാണ് സാധാരണ അറ്റ്മോസ്ഫിയറിക് ലോഡ് മാക്സിമം വരുന്നത്. ഇപ്പോൾ മാർച്ചിലും അല്ലെങ്കിൽ മെയ്യിലാണ് അറ്റ്മോസ്ഫിയറിക് ലോഡ് മാക്സിമം വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് നിങ്ങളൊരു മാർച്ച് മുതൽ ജൂലൈ വരെ മതി. കാരണം അപ്പോഴാണല്ലോ മാക്സിമം ലോഡ് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞ് അതിനിട്ട് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഈ മെയ് ഇപ്പോൾ ഒരു കോളേജാണ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ അത് പൂട്ടിയിടുന്ന സമയമാണ്. ആ സമയത്ത് അവിടെ AC യുടെ ആവശ്യം ഇല്ല. അപ്പോൾ ശരിക്കും ആ സമയം വെച്ചിട്ടല്ല നിങ്ങൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇന്റേണൽ കണ്ടീഷൻ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലേക്കാളും കൂടി നിൽക്കുന്ന സമയം വേറെ ഏതെങ്കിലും ഒരു മാസമായിരിക്കും, ജൂലൈയിലായിരിക്കാം, ഓഗസ്റ്റിലായിരിക്കാം വരുന്നത്. അതുകൊണ്ട് സേഫ് എന്ന് പറയുന്നത് ജാനുവരി മുതൽ ഡിസംബർ വരെയായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ശരി, ഇത് ഇനി ഈ കിടക്കുന്നത് ഡേ ലൈറ്റ് സേവിങ്സ് ടൈം എന്ന് പറയും. ഇത് നമ്മുടെ രാജ്യത്ത് ബാധകമായിട്ടുള്ളതല്ല. ചില രാജ്യങ്ങളിൽ ചില സമയത്ത് പകല് കൂടുതലായിരിക്കാം. പകല് കൂടുമ്പോൾ അവിടുത്തെ ഗവൺമെന്റ് അനൗൺസ് ചെയ്യും എന്തെന്ന്, നിങ്ങളുടെ ക്ലോക്ക് 1 മണിക്കൂർ നേരത്തെ വെക്കാനോ 1 മണിക്കൂർ താഴ്ത്തി വെക്കാനോ പറയും. അതിന് DST എന്ന് പറയും, ഡേ ലൈറ്റ് സേവിങ് ടൈം എന്ന് പറയും. ആ ഒരു മാസങ്ങളിൽ പകല് കൂടുതലും രാത്രി കുറവുമായിരിക്കും. അപ്പോൾ വർക്കിംഗ് ടൈമും ആ സമയങ്ങളിൽ കൂടുതലായിരിക്കും. ആ സമയത്ത് AC വർക്ക് ചെയ്യേണ്ട സമയവും കൂടുതലാണ്. അത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. ഡേ ലൈറ്റ് സേവിങ് ടൈം കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏത് മാസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഏത് മാസമാണ് ഫിനിഷ് ചെയ്യുന്നത്? നമ്മുടെ രാജ്യങ്ങളിലൊന്നും അല്ല, ചില രാജ്യങ്ങളിൽ ഇപ്പം സ്കാൻഡിനേവിയൻ കൺട്രികളിലോ റഷ്യ, ചില രാജ്യങ്ങളിലൊക്കെ രാത്രി 10:30 പകലായിരിക്കാം. 10:30 മണിക്കും രാത്രി നമ്മുടെ ഇവിടുത്തെ രാത്രിത്തെ 7 മണി കിടക്കുന്ന പോലെ കിടക്കും. അപ്പം അങ്ങനെ ഡേ ലൈറ്റ് സേവിങ് ഉള്ള രാജ്യമാണെങ്കിൽ നിങ്ങൾക്ക് S സെലക്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ നെഗ്ലക്ട് ചെയ്യാം. അത്രയും ക്രൂരമായിട്ടുള്ള കമ്പനികൾ മാത്രമേ ഉള്ളൂ. സാധാരണ ഇപ്പോൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് 8 മണിക്കൂറാണ് ലേബർ സ്റ്റാൻഡേർഡ് വെച്ചിട്ട്. ഒട്ടുമിക്ക രാജ്യങ്ങളിൽ അത് അങ്ങനെയാണ്. 8 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് ഓവർ ടൈം. പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ട് പ്രൊഫഷണൽസിന് ഓവർ ടൈം അങ്ങനെ തരാറില്ല. അതുകൊണ്ട് ലഭ്യമായ സാഹചര്യത്തിൽ നമ്മൾ സന്തോഷത്തോടെ വർക്ക് ചെയ്യണം. വർക്കേഴ്സിന്, സ്കിൽഡ് ലേബേഴ്സിന് അവർ ചെയ്യുന്ന ഓവർ ടൈം കൊടുക്കാറുണ്ട്. എല്ലാ കമ്പനിയും അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. മിക്ക കമ്പനികളും സ്കിൽഡ് പ്രൊഫഷണൽസിന് അവരുടെ ലിമിറ്റഡ് സാലറി തന്നെ, ആ സാലറി തന്നെ കൊടുക്കുള്ളൂ, ഓവർ ടൈം കൊടുക്കില്ല. എന്നാൽ ചില യൂറോപ്യൻ കമ്പനികളൊക്കെ സാറ്റർഡേ ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ടൈം കിട്ടും. അവരങ്ങനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാറില്ല. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കമ്പനിയിൽ ഒരു പയ്യൻ ജോലിക്ക് പോയില്ലേ, അഡ്വൻസർ, അവിടെ 8 മണി കഴിഞ്ഞാൽ വർക്ക് ചെയ്താകുമ്പോൾ നിങ്ങൾ ഓടിച്ചു വിടും. എന്താ, 8 മണി ഷിഫ്റ്റ് കഴിഞ്ഞാൽ അടുത്തൊരാൾ വന്ന് അതേ സിസ്റ്റം ഉപയോഗിക്കേണ്ടതുണ്ട്. അതായത് ഒരേ കമ്പ്യൂട്ടർ തന്നെ പല ആൾക്കാർ 24 മണിക്കൂറിൽ 3 ഷിഫ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് 8 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സമ്മതിക്കില്ല അവർ. കാരണം വേറൊരാൾ വന്ന് ചുമ്മാ ജോലി ഇല്ലാതിരിക്കേണ്ടി വരും. മാത്രമല്ല അത് നല്ലൊരു പ്രവണതയല്ല. നമ്മുടെ അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അസൈൻ ടൈമിൽ കൂടുതൽ നിങ്ങൾ ഓവർ ടൈം ഇരിക്കുന്നത് നിങ്ങളുടെ ഇൻഎഫിഷ്യൻസിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അത് ഏത് നല്ല കമ്പനിയാണെങ്കിലും, ഇപ്പൊ ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ കമ്പനിയിലും ആരംഭ ശൂരത്വം എന്നൊക്കെ പറയില്ലേ, ഞാൻ എന്ത് ചെയ്യും, രാവിലെ എന്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 8 മണി മുതൽ 5:30 മണി വരെയാണ്, 6 മണി വരെ. അപ്പൊ ഞാൻ പോകുമ്പോൾ കൂടുതൽ ടൈമൊക്കെ ഇരിക്കും. കാരണം ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറെ കൂടുതൽ സാലറി ഒക്കെ കിട്ടുമെന്നൊക്കെയായിരുന്നു എന്റെ വിദ്യാധാരണ. അത് തെറ്റാണെന്ന് പിന്നീട് മനസ്സിലായി. അപ്പം രാവിലെ ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു 7:30 മണിക്കൊക്കെ പോകും. 7:30 മണിക്ക് പോയിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യും. ഇല്ല, 7 മണിക്കൂർ ഞാൻ പോയി 7:30 മണിക്ക് പോയി 8 മണിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പഞ്ച് ചെയ്ത് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് 8 മണിക്ക് എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 1 മണി 2 മണിയാകുമ്പോൾ തീരും. ബാക്കി സമയം ഞാൻ എന്തെങ്കിലും നെറ്റൊക്കെ ഉപയോഗിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ പ്രിന്റ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ കാര്യം 6 മണിക്ക് ശേഷവും ഞാൻ ഓഫീസിൽ ഇരിക്കാറുണ്ട്. 9 മണി 10 മണി വരെയൊക്കെ ഇരിക്കും.
കമ്പനി നോക്കുമ്പോൾ അയ്യോ കിടന്ന് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നു, ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെ ഞാൻ കമ്പനിയെ പറ്റിക്കുന്നതല്ലേ ഒന്നിൻ്റെ അതർവേ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും 6-6:15 ഇറങ്ങി പോകും, ഞാൻ മാത്രം ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കും, എനിക്ക് പ്രത്യേകിച്ച് ഗുണവും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കമ്പനിയിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങാൻ തുടങ്ങി. 6 മണി 6:15 ആകുമ്പോൾ ഞാനും ഇറങ്ങി തുടങ്ങി ബാക്കിയുള്ളവരെ പോലെ. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പഞ്ചിങ് ഹിസ്റ്ററി നോക്കിയിട്ട് എൻ്റെ സീനിയർ എന്നെ വിളിച്ചു, സാർ എൻ്റെ HOD വിളിച്ചിട്ട് പറഞ്ഞു, സൈറ്റ് ഇപ്പോൾ ഉഴപ്പ് തുടങ്ങിയല്ലേ. ഞാൻ പറഞ്ഞു എന്താ, ഞാൻ ചെയ്യുന്ന വർക്ക് നോക്കുന്നില്ല, ഒരു വർക്ക് പെൻഡിങ്ങിലില്ല. അല്ല സൈറ്റ് നേരത്തെ 9-10 മണി വരെയൊക്കെ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ 6:15 ഇറങ്ങി തുടങ്ങിയെന്ന് പറഞ്ഞു. ശരിക്കും 9 മണി വരെ ഞാൻ വല്ല വർക്കും ചെയ്തിരുന്നോ? ഒന്നും കമ്പനി നോക്കുന്നത് ആ പഞ്ചിങ് ഹിസ്റ്ററിയാണ്. ഞാൻ അതിനുശേഷം നെക്സ്റ്റ് കമ്പനി മുതൽ അടുത്ത കമ്പനി എനിക്ക് 9 മുതൽ 6 മണി വരെയാണ്. 8:50-55 ആകുമ്പോൾ ഞാൻ കമ്പനിയിൽ പോകും. 5:55 ആകുമ്പോഴത്തേക്ക് എല്ലാ വർക്കും തീർത്ത് സിസ്റ്റം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി. ആരെയും കാണിക്കാനൊന്നും നിൽക്കില്ല. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ, ചെയ്ത് തീർക്കാനുള്ള എമർജൻസി ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരിക്കും. അങ്ങനെയാണ് സിറ്റുവേഷൻസ്. കാരണം അങ്ങനെ വരാറില്ല, നമുക്കുള്ള വർക്കുകൾ ആ ഒരു ടൈമിനകത്ത് തന്നെ പക്കയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ വർക്ക് അങ്ങനെ വരില്ല, തീരെ വരില്ല എന്നല്ല, ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ് സബ്മിഷൻസ് ഒക്കെ വരുന്ന 2 ദിവസം മുമ്പേ ഒക്കെ അങ്ങനെ വരാറുണ്ട്. മാത്രമല്ല ഞാൻ ഈ പ്രൊജക്റ്റിൽ ഫസ്റ്റ് ഇനീഷ്യൽ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡ്രാഫ്റ്റിംഗ് അറിയാം. അപ്പം എൻ്റെ ഒരു പ്രൊജക്റ്റ് വന്നു, ആ ഡ്രാഫ്റ്റിംഗ് പ്രൊജക്റ്റ് വന്ന സമയത്ത് എൻ്റെ കമ്പനിക്ക് എന്തില്ല, കമ്പനിക്ക് അന്ന് 14 പ്രൊജക്റ്റ് ഉള്ളത് കൊണ്ട് സ്പെയർ ചെയ്യാൻ ഡ്രാഫ്റ്റ്മാൻ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് കൂടുതൽ ഡ്രാഫ്റ്റിംഗ് കൂടെ എടുത്ത് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ബോണസോ എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഏതാ ഡ്രാഫ്റ്റിംഗ്. സൈത്തിന് ഡ്രാഫ്റ്റിംഗ് അറിയോ? ആ മിടുക്കൻ 2 തോളിലൊക്കെ തട്ടി ചെയ്യാൻ പറഞ്ഞു. ആ പ്രൊജക്ട് തീരുന്നവരേക്കും അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ഡ്രാഫ്റ്റ്മാൻ സ്പെയർ ചെയ്യാനുണ്ട്, എനിക്കറിയാം. അപ്പം സ്പെയർ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് വേറെ ഒരുപാട് വർക്കുണ്ട്, എൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഇതുകൂടെ ചെയ്യണത്. നല്ലതാണ് അതൊക്കെ, എൻ്റെ കരിയറിന് നല്ലതല്ല, എനിക്ക് ഡ്രാഫ്റ്റിംഗ് കൂടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇനി ഡ്രാഫ്റ്റിംഗ് മാനേജ് തരുമോ? അപ്പം ഇമോഷണലി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും. സാറ് സൈത്ത് ഒരു കാര്യം ചെയ്യും, നമുക്ക് സ്പെയർ ചെയ്യാൻ ആളില്ല, നിർബന്ധമാണെങ്കിൽ നമ്മളൊരാളെ ഹയർ ചെയ്ത് തരാം, പക്ഷെ ഒരു 2 ആഴ്ചത്തേക്ക് സൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ 2 ആഴ്ച ആയി, അടുത്തൊരു 2 ആഴ്ചയായി, 6 മാസമായി, ഹസ്ബൻഡും കഴിഞ്ഞു, അടുത്ത പ്രൊജക്റ്റിലും ചെയ്യേണ്ടി വന്നു. അടുത്ത പ്രൊജക്റ്റ് വന്നപ്പോൾ ഇതേ സാർ ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സൈത്തിനെ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. നിർബന്ധിക്കാൻ പറ്റുമോ മനുഷ്യൻ, എങ്ങനെയൊക്കെ പറയും. ഇമോഷണലി പറയുമ്പോൾ, പേഴ്സണലി അറ്റാച്ച്മെന്റ് പറയുമ്പോൾ കുഴപ്പമില്ല സാർ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് ചെയ്യും. അതിൻ്റെ അടുത്ത കമ്പനി ആയപ്പോഴത്തേക്കും ഞാൻ ഇതൊന്നും മിണ്ടില്ല, ഒന്നും പറയത്തില്ല. എനിക്ക് എന്താണ് അസൈൻ ടാസ്ക് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടാ നിങ്ങൾ ഇതുകൂടെ പഠിച്ചിരിക്കണം, അല്ലേ, നമുക്ക് എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ജൂനിയേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അവർക്ക് പഠിപ്പിച്ചിട്ട് പറയും മിണ്ടായിരിക്കും, ആരുടെ പറയില്ലെന്ന് പറയും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം, അസൈൻഡ് ടാസ്കുകൾ നന്നായിട്ട് ചെയ്യുക, പഠിക്കാനുള്ള മാക്സിമം ചാൻസസും യൂട്ടിലൈസ് ചെയ്യണം, ഒരു 30-32 വരെ. കാരണം ഇപ്പം പൊതുവെ നമ്മൾ ഈ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിലുകാരൊന്നും നിങ്ങൾ ഈ പൈസയുടെ പുറകെ കിടന്ന് ഓടേണ്ട കാര്യമില്ല. അതൊക്കെ അതിൻ്റെതായ സമയമാകുമ്പോൾ നിങ്ങളെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും. നമ്മൾ എല്ലാ ബാച്ചിലും ഞാൻ പറയാറുണ്ട്, യു ഷുഡ് നോട്ട് ഫോളോ ദ മണി, ദ മണി വിൽ ഫോളോ യു ആഫ്റ്റർ സം ടൈം എന്ന് പറയും. നിങ്ങളെ അത് ഫോളോ ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും. പക്ഷെ അതിന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള സ്റ്റഫ് വേണം, അല്ലേ, ഒരു സ്കില്ല് വേണം. അതുണ്ടാകാൻ ശ്രമിക്കുക. അത് ഡിസൈനും ഡ്രാഫ്റ്റിങ്ങും ക്യൂസും റെവിറ്റും ഒക്കെ ചെയ്ത് മാക്സിമം എന്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും. അല്ലാതെ MEP കോഴ്സ് പഠിച്ചു, സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, ജോലി കിട്ടുമോ? ജോലിയൊന്നും കിട്ടില്ല. സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിലുണ്ടെന്ന് വെച്ചാൽ ഒരു ജോലിയും കിട്ടില്ല. കയ്യിൽ തരുന്ന ടാസ്കുകൾ ചെയ്യാൻ അറിയാമെങ്കിൽ MEPയെ പോലെ സാലറി കിട്ടുന്ന ഒരു ജോലി വേറെ ഇല്ല. എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായമാണ്. ഞാൻ 3 ഫീൽഡ് മാറി വന്ന ഒരാളാണ്. അത് നല്ല ഫീൽഡ് തന്നെയാണ്, പക്ഷെ അതിൽ നിൽക്കണം. നിങ്ങൾ ചാടി 2 വള്ളത്തിൽ കാലിട്ട് നിൽക്കരുത് എന്ന് പറയില്ലേ. മിക്ക ആൾക്കാരും കല്യാണത്തിന് മുമ്പ് ഒരു പ്ലാനും കല്യാണത്തിന് ശേഷം വേറൊരു പ്ലാനുമാണ്. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ചിലപ്പം ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ട് നേഴ്സിനെ കല്യാണം കഴിക്കും. അവൻ പ്ലാൻഡ് ആയിട്ട് നേഴ്സിന്റെ ആലോചന വരുന്നവരെ അവൻ കാത്തിരുന്ന് ഓസ്ട്രേലിയയിലുള്ള ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചു. എന്നിട്ട് സ്പൗസ് വിസയിൽ അവിടെ പോയി അവനിപ്പോൾ എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആയിട്ട് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അതിനുശേഷമാണ് കുഞ്ഞുങ്ങൾ പോലും അവന് ആയത്. വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യും. എൻ്റെ കസിൻ ബ്രദർ അങ്ങനെയാണ്. ആദ്യം ചേച്ചി പോയി, അതിനുശേഷം ചേട്ടൻ പോയി. ഇപ്പൊ അവർ അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ പണിഞ്ഞ് നല്ല വെൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഓരോ ടൈപ്പ്. പക്ഷെ അച്ഛൻ മരിച്ച സമയത്ത് പോലും പുള്ളി നാട്ടിലുണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. അപ്പൊ അത് നിങ്ങൾ ബിഫോർ മാരേജ് ആഫ്റ്റർ അങ്ങനെ 2 വള്ളത്തിൽ കാലിട്ട് നിൽക്കരുത്. നിങ്ങൾ MEP ഫിക്സ് ചെയ്താൽ അത് എത്ര സാലറി കുറവാണെങ്കിലും ശരി, നിങ്ങൾക്ക് കഴിഞ്ഞു പോകാനുള്ള എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടമില്ലാതെ നിങ്ങളുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആദ്യത്തെ ഒരു 3 വർഷം നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫീൽഡിൽ നിൽക്കണം. നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഗുണങ്ങൾ പിന്നീട് ഉണ്ടാവും. 1.5 വർഷമൊക്കെ കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ ആദ്യം നമ്മുടെ ഒരു കഴിഞ്ഞ ബാച്ചല്ല, ഒരു 1.5 വർഷം മുമ്പ് നിഖിൽ എന്ന് പറയുന്നിട്ട് ഒരു പയ്യനുണ്ടായിരുന്നു.
എമിൽ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. എമിൽ സ്റ്റാർട്ടിങ് സാലറി 2800 ദിർഹമായിരുന്നു. അവൻ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ അവൻ ട്രോജൻ ഗ്രൂപ്പിൽ കയറി വേറെ കമ്പനിയിലൂടെ. അവനിപ്പോ 7300 ദിർഹം സാലറി ഉണ്ട്. 1.5 വർഷം കൊണ്ട് അവൻ എത്ര സാലറി മാറി? 1.5 ലക്ഷത്തിൽ കൂടുതൽ ഇപ്പൊ സാലറി ആയി. അതേ കമ്പനിയിലാണ് നിഖിൽ വർക്ക് ചെയ്തിരുന്നത്. നിഖിലിന് ഇപ്പോ 2800 കയറി 1.5 വർഷം കഴിഞ്ഞ് കമ്പനി ചാടിയപ്പോ അവനിപ്പോ 6800 6400 അടുപ്പിച്ച് ഒരു മാസം കിട്ടുന്നു. അപ്പൊ അത് എനിക്ക് ആദ്യം 6000 രൂപയായിരുന്നു സാലറി. 8000 രൂപയിൽ 2000 രൂപ കട്ട് ചെയ്തിട്ട് 6000 രൂപയാണ് സാലറി. ഞാൻ ലീവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 4.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അത്ര വർഷം എടുത്തത്, ഒരുപാട് സമയം എടുത്തു, ഒരുപാട് ആട്ടുംതുപ്പം കൊണ്ടേണ്ടി വന്നിട്ടുണ്ട്, ഗ്യാസ് കുറ്റിയൊക്കെ ചോക്കേണ്ടി വന്നിട്ടുണ്ട് തുടക്കത്തിൽ. MEP-യിലല്ല, ആ സമയത്ത് വേറെ കമ്പനിയിലായിരുന്നു. MEP-യിൽ സ്റ്റാർട്ടിംഗ് സാലറി 260 ഒമാനി റിയാലായിരുന്നു. അതായത് 2600 ദിർഹം. ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡ്രൈവറിനെയും വണ്ടിയൊക്കെ തരുമായിരുന്നു. രാജകീയ ജീവിതമാണ്, പക്ഷെ പൈസ വളരെ കുറവായിരുന്നു. സൈറ്റിലുണ്ട്, എനിക്ക് വർക്ക് ചെയ്യണം. അതായത് കമ്പനി ഫെസിലിറ്റി തരുന്നുണ്ടെങ്കിൽ സൈറ്റിൽ എനിക്ക് അക്കോമഡേഷൻ ഉണ്ട്, ഹെഡ് ഓഫീസിൽ അക്കോമഡേഷൻ ഉണ്ട്. എന്തുകൊണ്ട് തന്നേക്കുന്നു? എനിക്ക് സൈറ്റ് നോക്കണം, ഹെഡ് ഓഫീസിൽ വരുന്ന പ്രൊജക്ട് നോക്കണം. വർക്ക് ഹെക്ടിക് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട് സൈറ്റിലാണെങ്കിൽ. കൂടുതൽ മാനേജറിലായിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണോ എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ നല്ലതാണ്, പക്ഷെ ഭയങ്കര പ്രഷറായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. സൈറ്റ് നല്ലതാണ് തീർച്ചയായിട്ടും, ഒരുപാട് ആൾക്കാരെ ഡീൽ ചെയ്യാം. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഡിസൈനോ ഡ്രാഫ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. എക്സിക്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ. ശരി, സൈറ്റ് മോശമൊന്നുമല്ല, നല്ല പൈസ ഉണ്ടാക്കാം. സെയിൽസിലൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം, പക്ഷെ സെയിൽസ് ഒന്നും നല്ലതല്ല. അതൊക്കെ കമ്മീഷൻ ഓറിയന്റഡ് ആയതുകൊണ്ട് എസ്റ്റിമേഷനിലൊക്കെ ഇരുന്ന് പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ആൾക്കാർക്ക് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഒരു പ്രൊജക്ട് എസ്റ്റിമേറ്റ് ചെയ്ത് ഒരു കമ്പനിക്ക് അവാർഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മളെ സപ്ലൈസ് കോൺടാക്ട് ചെയ്യും. നമുക്ക് ചിലപ്പം ഞാനിപ്പോൾ ഒരു കരിയറിന്റെ ചില്ലർ 2-3 സപ്ലൈസിന്റെ പ്രൈസ് എടുത്തിട്ടുണ്ടാവും. എന്താ എന്റെ കമ്പനിക്ക് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്ത് ഞാനൊരു എസ്റ്റിമേഷൻ മാനേജർ ആണെങ്കിൽ എന്റെ കമ്പനിക്ക് ആ പ്രൊജക്ട് അവാർഡായി. അപ്പം ഇനി ഞാൻ ഡിസൈഡ് ചെയ്യണം ഈ പറയുന്ന 3 സപ്ലയറിൽ നിന്ന് ആരെന്ന് മേടിക്കണം. അപ്പൊ അവരെന്നെ അപ്രോച്ച് ചെയ്യും, എന്നിട്ട് പറയും 10% നിങ്ങൾക്ക് തരാം, നമ്മുടെ കമ്പനി നിർത്താലെന്ന് പറയും. എൻ്റെ ഒരു പ്രൊജക്റ്റില് 20 ചില്ലർ ഉണ്ടായിരുന്നു. ഏകദേശം 20 കോടി രൂപ ചില്ലറിന്റെ പ്രൈസ് മാത്രം വരും. 20 കോടിയുടെ 10% എത്ര രൂപയായി? 2 കോടി രൂപ മാനേജറിന് ഓഫർ ചെയ്ത കമ്മീഷനാണ് ആ ഒരു പ്രൊജക്റ്റിന് മാത്രം. മേടിക്കുന്നവൻ മേടിക്കും, ബാക്കിയുള്ളവൻ സത്യസന്ധനായവൻ വേണ്ട എന്ന് പറയും. അത് നമ്മുടെ ഒരു മാനേജർ പിടിക്കുകയും അയാളെ ആ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ മതി, അയാൾ 2 കോടി രൂപ ഉണ്ടാക്കില്ലേ, അയാൾ അത് വെച്ച് സ്വന്തമായിട്ട് ഇപ്പൊ സോളാർ കമ്പനി തുടങ്ങി ചെന്നൈയില്. പോകാൻ പാടാ, തീർച്ചയായിട്ടും. എനിക്ക് അൽ ഹാജിരി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഓഫർ ചെയ്തിട്ടുണ്ട് 2018 സമയത്ത്. ആംനിയർ തുടങ്ങുന്ന സമയമാണ് ആ സമയം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നില്ല, 2011-17 എന്ന് പറയുന്നത് ഓൺലൈൻ വഴി മാത്രമായിരുന്നു. ആ സമയത്ത് വർക്ക് ചെയ്യുന്നതും കൂടെയാണ്. അപ്പം എനിക്ക് ഈ ഓഫർ വരുന്നതിന് മുമ്പേ ആദ്യം കമ്പനി അവിടെ എനിക്ക് ഇന്റർവ്യൂ കോളൊന്നും വന്നില്ല. പക്ഷെ എന്നെ അവിടെ നിന്ന് ഷീൻ എന്ന് പറഞ്ഞ പണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു എസ്റ്റിമേഷൻ എഞ്ചിനീയർ വിളിച്ചിരുന്നു. ഞാൻ പക്ഷെ ഡിസൈനിലായിരുന്നു. അവൻ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇതുപോലെ നിന്നെക്കുറിച്ച് ഈ കമ്പനിയിൽ വിളിച്ച ആരൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അന്ന് വൈകുന്നേരമാണ് എനിക്ക് ഇന്റർവ്യൂ കോൾ വരുന്നത്. അതായത് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ഒമാനിൽ വർക്ക് ചെയ്തിരുന്ന കമ്പനി അവർ വിളിച്ച് അന്വേഷിച്ചിട്ടാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ അത് നല്ലൊരു ഞാൻ പക്ഷേ ആ കമ്പനിയിൽ നിന്ന് എനിക്ക് കമ്പനി എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞു. ആ കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്യുന്ന വരുന്ന സമയത്ത് ഞാൻ പ്രോപ്പർ ഹാൻഡ് ഓവർ ചെയ്തല്ല ഇറങ്ങിയത്. ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയില്ല. അതിൻ്റെതായ കാരണമുണ്ട്, അത് കമ്പനിക്ക് അറിയാം, പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ കമ്പനിക്ക് നഷ്ടം വരാത്ത രീതിയിൽ ആസ്ബിൽറ്റും ബില്ലും ഉൾപ്പെടെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. അത് ഞാൻ ചെയ്തു വെച്ചിരുന്നു, അത് വേറെ കാര്യം. പോകാത്തതിന് വേറെ കാരണമുണ്ട്. പക്ഷെ എൻ്റെ കൊളീഗ്സ് എന്ത് ചെയ്തു, നല്ല റിപ്പോർട്ട് പറഞ്ഞതുകൊണ്ട് ആണ് ആ ഓഫർ വന്നത്. അത് അൽ ഹാജിരി എന്ന് പറയും. അതുകൊണ്ട് പ്രീവിയസ് കമ്പനിയിലോ നല്ല ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അതൊരു ബ്ലാക്ക് മാർക്കാണ്. അതുകൊണ്ട് നല്ല മാർജിൻ, നല്ല രീതിയിൽ തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം. വിളിച്ചു ചോദിക്കും. എൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, മിക്ക കമ്പനിയിൽ നിന്നും ഞാൻ എക്സ്പീരിയൻസ് ലെറ്റർ കളക്ട് ചെയ്തിരുന്നില്ല. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഇനി ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ അവിടെ കാണിക്കേണ്ടതുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊക്കെ ഏതൊരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ആ പ്രോജക്റ്റ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഇറങ്ങാൻ. കാരണം ഇല്ലെങ്കിൽ നമ്മളിത് മൈഗ്രേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രശ്നമാവും. ശരി, അപ്പോൾ ഇതാണ് ഈ സ്ക്രീനിൽ വരുന്നത്. ഇനി അടുത്തത് ഈ ഡിസൈൻ ടെമ്പറേച്ചറും ഡിസൈൻ സോളാറും സിമുലേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ റെഫറൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഈ ഡിസൈൻ
ടെമ്പറേച്ചർ എടുത്താൽ മന്ത്ലി മാക്സിമം മിനിമം ഉണ്ട്. ഇതിൽ നമ്മൾ ഈ 45.1 ഡിഗ്രി സെൽഷ്യസ് ഏത് സമയത്താണ് വരുന്നത്? ശരിക്കും അബുദാബിയിൽ സംഭവിക്കുന്നത് ജൂലൈയിലും ഓഗസ്റ്റിലുമാണ് ഈ 45.1 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിലും മാറ്റാവുന്നതാണ്. എഡിറ്റ് ചെയ്ത് മാറ്റാം. ഇത് മന്ത്ലി വരുന്ന ഡ്രൈ ബൾബും മന്ത്ലി വരുന്ന വെറ്റ് ബൾബുമാണ്. ഈ 45-1 ഇവിടെ കിട്ടുന്നത് ഡ്രൈ ബൾബ് മാക്സിമം 45.1 മിനിമം എത്രയാണ്? 33 അല്ലേ? അത് ഈ കൊടുക്കുന്ന സമ്മർ ഡെയിലി റേഞ്ചിനെ ഈ 45 പോയിന്റിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ. ഇനി ഇവിടെ ഇത് അവർലി ഡീറ്റെയിൽസ് ആണ്. ഉദാഹരണം, ഞാനിപ്പം ജൂലൈയിലും ഓഗസ്റ്റിലാണ് ഈ 45.1 എന്ന് പറയുന്നത് മാക്സിമം വരുന്നത്. അത് നോക്കാം. ഇപ്പൊ ജൂലൈ, ഇതിപ്പോ ജാനുവരി ഡ്രൈ ബൾബ്, ജാനുവരി വെറ്റ് ബൾബ്, ഫെബ്രുവരി ഡ്രൈ ബൾബ്, ഫെബ്രുവരി വെറ്റ് ബൾബ്. ഈ 00 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് അവറാണ്. 12 മണി, 1 മണി, 2 മണി രാവിലെ. ഇതില് ജൂലൈ എടുക്കാം. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ജൂലൈ ഡ്രൈ ബൾബ് എടുത്താൽ ഈ 45.1 ഡിഗ്രി സെൽഷ്യസ് വരുന്നത് ഏത് സമയത്താണ്? വൈകുന്നേരം 3 മണി. സാധാരണ 3-നും 5-നും ഇടയ്ക്കാണ് വരാറ് കേട്ടോ. അവരിൽ 45.1 അത് ജൂലൈയിലാണെങ്കിലും ഓഗസ്റ്റിലാണെങ്കിലും സംഭവിക്കുന്നത് ഏത് മണിക്കാണ്? വൈകുന്നേരം 15 മണി. 15 മണി എന്ന് പറഞ്ഞാൽ 3 മണിക്കാണ് സംഭവിക്കുന്നത്. 3-നും 4-നും 5-നും ഇടയ്ക്ക് വരാം സാധാരണ പീക്ക് ടൈം. സാധാരണ എല്ലാവരും ചിന്തിക്കും 12 മണിക്കാണ്. അല്ല, വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് കൂടുതലും വരുന്നത്. 45.1 ശരി. പക്ഷേ എൻ്റെ ഒരു ഓഫീസ് ഞാനിപ്പോൾ മാനുവലി ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ 45.1 വെച്ചിട്ട് ഞാനങ്ങ് ഡിസൈൻ ചെയ്യും. പക്ഷെ എൻ്റെ ഈ ഓഫീസ് വർക്ക് ചെയ്യുന്നത് രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ്. അതായത് രാവിലെ 10 മണി മുതൽ ഈ പറഞ്ഞ 1 മണി വരെയാണ്. ഈ ഒരു സമയത്ത് മാത്രമുള്ള അതായത് 10 മണിക്ക് 1 മണിക്ക് ഇടയ്ക്ക് വരുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? 43.8 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ശരിക്കും ഞാനൊരു ഓഫീസ് ഡിസൈൻ ചെയ്യുമ്പോൾ 43.8 ഇട്ടല്ലേ ചെയ്യേണ്ടത്? 45.1 ഇട്ടല്ലല്ലോ. കാരണം 10 മുതൽ 1 മണി വരെ വർക്ക് ചെയ്യുന്നുള്ളൂ. അറ്റ്മോസ്ഫിയറിക് മാക്സിമം ടെമ്പറേച്ചർ വരുന്നത് എത്ര മണിക്കാണ്? 3 മണിക്കാണ്. അപ്പൊ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ അറ്റ്മോസ്ഫിയർ വഴി മാക്സിമം ഹീറ്റ് ഗെയിൻ വരുന്നത് ഏത് സമയത്തായിരിക്കും? 1 മണിക്കാണ്. കാരണം അവിടെ എത്രയാണ്? 1 മണി വരെ വർക്ക് ചെയ്യുന്നുള്ളൂ, 3 മണിക്ക് വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ മാനുവലായിട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ 3 മണിക്ക് വരുന്ന ഈ 45.1 വെച്ചിട്ടങ്ങ് ചെയ്യും. അപ്പോൾ എ സിയുടെ കപ്പാസിറ്റി അവിടെ കൂടിയായിരിക്കും വരിക. എന്നാൽ ഈ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ ഇന്റേണൽ കണ്ടീഷനോടൊപ്പം, അതായത് ഈ എക്സ്റ്റേണൽ കണ്ടീഷനോടൊപ്പം തന്നെ ഈ ബിൽഡിങ്ങിന്റെ വർക്കിംഗ് ടൈം കൂടെ നോക്കും. എന്നിട്ട് ഈ പറയുന്ന 24 മണിക്കൂറിൽ എപ്പോഴാണോ മാക്സിമം വരുന്നത് അത് വെച്ചിട്ടായിരിക്കും ചെയ്യുക. ചിലപ്പോൾ അത് 34 വെച്ച് ചെയ്തു തരും. അതുകൊണ്ട് തന്നെ ആക്യുറസി ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഹവർലി ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ അവർലി അനാലിസിസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓരോ മണിക്കൂറിന്റെയും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് അത് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ആക്യുറസി ഓഫ് ഔട്ട്പുട്ട് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അവർലി അനാലിസിസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കേട്ടോ? ശരി. ഇനി അടുത്തത് സോളാർ ഹീറ്റ്. ഇത് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഉദാഹരണം, എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ ഒരു ബിൽഡിങ്ങിന് ഈ സൈഡ് 10 മീറ്ററും ഈ സൈഡ് 12 മീറ്ററും ഉണ്ട്. 12 മീറ്റർ. ഇത് ഈസ്റ്റ് സൈഡിലാണ് എക്സ്പോസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ മാക്സിമം ഹീറ്റ് ഇതിന് എപ്പോൾ കിട്ടും നോക്കാം. ഉദാഹരണം, ഞാനിവിടെ മന്ത് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി മുതൽ ഡിസംബർ വരെ ഉണ്ട്. ഡയറക്ഷൻ നോർത്ത്, അതിൽ ഈസ്റ്റ് ഇതാ കിടപ്പുണ്ട്. ഈസ്റ്റ് ഡയറക്ഷനിൽ മാക്സിമം വാല്യൂ വരുന്നത് എപ്പോഴാണ്? മാക്സിമം വാല്യൂ 737.5 വരുന്നുണ്ട്. അത് എപ്പോഴാണ് വരുന്നത്? മാർച്ചിലാണ് വരുന്നത്. എന്താണ് ഈ 737.5? ഇതെന്ന് പറയുന്നത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ വാല്യൂ ആണ്. അതായത് ഈ ഈസ്റ്റ് സൈഡിൽ ഓരോ മീറ്റർ സ്ക്വയർ ഏരിയ എടുത്താലും, അതായത് 1 മീറ്റർ ബൈ 1 മീറ്റർ ഏരിയ എടുത്താൽ അതിൽ വന്ന് പതിക്കുന്ന സൂര്യപ്രകാശം എത്ര വാട്ട് ഉണ്ടാവും? 737.5 വാട്ട് ഉണ്ടാവും 1 മീറ്റർ സ്ക്വയറിൽ. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം എത്ര മീറ്റർ സ്ക്വയർ ഉണ്ട്? 12 × 10. 12 × 10 120 മീറ്റർ സ്ക്വയർ. ഓരോ മീറ്റർ സ്ക്വയറിലും 737. അപ്പൊ 120 ×
737.5 ചെയ്താൽ ഈ ഒരു വാളിൽ വന്ന് പതിക്കുന്ന റേഡിയേഷൻ ഹീറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടതില്ല, സോഫ്റ്റ്വെയർ ഈ ഡേറ്റ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഈ കിടക്കുന്ന 737നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ മൾട്ടിപ്ലയർ ഇപ്പൊ ഒന്നാണ് കിടക്കുന്നത്, കുറച്ചുകൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇത് 1.25 ഇട്ട് കൊടുത്താൽ ആ ഒരു ഡേറ്റ ഫൈനലി എന്ത് ചെയ്യും, അതിനെ ഇപ്പൊ കണ്ടോ മാർച്ചിൽ 1.2, നേരത്തെ കിടന്ന 737 ഇപ്പൊ എത്രയായി, 936 ആയി. അത് 25% കൂട്ടിയിട്ട് ചെയ്തു തരും. എനിക്കിപ്പോ തൽക്കാലം ഒന്ന് മതി കിടന്നു. അങ്ങനെ എന്തെങ്കിലും അഡീഷണലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ സേഫ്റ്റി ഫാക്ടർ കൺസിഡർ എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതനുസരിച്ചിട്ടായിരിക്കും സോഫ്റ്റ്വെയർ ഔട്ട് തരുന്നത്. സിമുലേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത്രയാണ് നമ്മൾ വെതർ ചെയ്യേണ്ടത്. ശരിക്കും നമ്മൾ എന്തൊക്കെ കൊടുത്താൽ മതി, മിഡിൽ ഈസ്റ്റ് റീജിയനും ലൊക്കേഷനും സിറ്റിയും കൊടുത്ത് ഓക്കെ കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ അത് ഇലാബറേറ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇനി ഞാൻ സ്പേസിലോട്ട് വരുന്നു. വെതർ അസൈൻ ചെയ്തു. ഇനി അടുത്ത സ്പേസിലോട്ട് വന്നതിന് ശേഷം സ്പേസിന്റെ ഇൻപുട്ട് എനിക്ക് കൊടുക്കണം. ഇപ്പൊ ന്യൂ ഡീഫോൾട്ട് സ്പേസ് ഞാൻ എടുക്കുകയാണ്. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഏത് സ്പേസാണ്, ട്രെയിനിങ് റൂം 1 ആണ്. ഈ ട്രെയിനിങ് റൂം 1ന്റെ ഫ്ലോർ ഏരിയ എനിക്ക് വേണം. ഫ്ലോറിന്റെ ഏരിയ അതവിടെ കൊടുക്കേണ്ടതാണ്. അപ്പൊ ഞാൻ സ്പേസിനെ സെലക്ട് ചെയ്തു. ഈ ന്യൂ ഡീഫോൾട്ട് സെലക്ടിനെ സ്പേസിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഏറ്റവും മുകളിൽ നെയിം ഉണ്ട്. ആ നെയിം ഞാൻ ട്രെയിനിങ് റൂം 1 എന്ന് പേര് കൊടുത്തു. ഓക്കെ കൊടുത്തു. ആ സ്പേസ് ക്രിയേറ്റ് ആയി. അതായത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് പേര് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ ഫ്ലോർ ഏരിയ കൊടുക്കേണ്ടതുണ്ട്. ഫ്ലോർ ഏരിയ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. നമ്മുടെ ഇവിടെ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഡ്രോയിങ് മില്ലിമീറ്ററിൽ ചെയ്തൊരു ഡ്രോയിങ് ആണ്, MM ചെയ്തതാണ്. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് അവർ പറഞ്ഞിട്ടുണ്ടാവും. സാധാരണ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മില്ലിമീറ്റർ എന്ന് അവർ സാധാരണ പറയാറുണ്ട്. ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. യൂണിറ്റുകൾ പറയാറുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. UN എൻ്റർ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിലാണ് ചെയ്തേക്കുന്നത്, മില്ലിമീറ്ററിലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ മെഷറിൽ വന്നിട്ട് മെഷറിന്റെ അവിടെ നിന്ന് ഏരിയ എടുക്കുന്നു. ഏരിയ എടുത്തിട്ട് ഈ കാണുന്ന ഇവിടെ നിന്നേ ക്ലിക്ക് ചെയ്യുന്നു. ഈ കോളം ഫ്ലോർ ഏരിയ ആണ് എടുക്കുന്നത്. ഫ്ലോർ ഏരിയ എടുക്കുമ്പോൾ ഈ കാണുന്ന കോളം ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇവിടെ നിന്നാണ് പാർട്ടീഷൻ വാൾ വരുന്നത്. അവിടെ നിന്ന് എടുത്ത് ഇതുവരെ വന്നു. എന്നിട്ട് ഈ കോളം ഞാൻ അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്ത് നേരെ ഇതുവരെ വന്നു. എന്നിട്ട് ഇതുവരെ എത്തി. എന്താണിത് ഞാൻ പറഞ്ഞുതരാം. ഇതിന് നേരെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഈ വാൾ വരെ വന്നു. ഇവിടെ നേരെ ഈ ഫ്ലോർ വരെ പോയി. ഇവിടെ നിന്ന് ഈ ചെറിയ പ്രൊജക്ഷൻസ് ഒക്കെ കുഴപ്പമില്ല, നേരെ വന്നു. ഇവിടെ ഒരു TV ഇരിപ്പുണ്ട്, അപ്പോൾ ആ ഏരിയ അങ്ങ് ഡിഡക്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ വന്നു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ഇങ്ങനെ എല്ലാ ബൗണ്ടറിയും ക്ലിക്ക് ചെയ്ത്. കാരണം ഇതാണ് എൻ്റെ ഏരിയ അല്ലേ, ഇതാണ് എൻ്റെ ഏരിയ. ഈ ഏരിയയുടെ എല്ലാ കോർണറും ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കാം. എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടും ഈ വന്നേക്കുന്നത് താഴെ 77 പോയിന്റ് ഈ കിടക്കുന്നുണ്ടല്ലേ, താഴെ നോക്കിയാൽ മനസ്സിലാവും. അത് മില്ലിമീറ്റർ സ്ക്വയറിലാണ് വന്നേക്കുന്നത്. അതിനെ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ 10⁻6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 പോയിന്റ് മാറ്റിയിടാം. 1, 2, 3, 4, 5, 6 എത്ര വരും? 77.79. അതായത് 77.8 സ്ക്വയർ മീറ്റർ, 77.8 സ്ക്വയർ മീറ്റർ. ഇതാണ് അതിന്റെ ഏരിയ. ഈ കാണുന്നത് ശരിക്കും എന്താണ്, കാണുമ്പോൾ നമുക്ക് ഒരു സ്റ്റെയർ പോലെ തോന്നുമെങ്കിലും അതിന്റെ വലിപ്പം നോക്കിയാൽ മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് ഇതിന്റെ വീതി നോക്കിയേ, ഏകദേശം ഒരു 515 മില്ലിമീറ്ററേ ഉള്ളൂ, 50 സെന്റിമീറ്റർ. എന്തായിരിക്കും അപ്പോൾ ഇത് വാളിൻ്റെ ഇടയ്ക്ക്? ഇത് വെയർഡ്രോബാണ്, അലമാരയാണ് കേട്ടോ. ഫയലൊക്കെ വെക്കാൻ പറ്റുന്ന അലമാരയാണ്. കാരണം ഈ ഒരു സാധാരണ ഫ്ലോറിൽ വരുന്ന ടൈൽ സൈസ് 2 അടിയാണ്, അത് 600 mm വരും. ഈ ടൈലിനെക്കാളും ചെറുതാണ് ഇതിന്റെ ഉൾഭാഗം. അപ്പൊ ഇതുവഴി പടിയല്ല, എന്തായാലും അത് സ്റ്റെയർ അല്ല, ഇത് വെയർഡ്രോബാണ്.
അപ്പോൾ ഞാനത് ഫ്ലോർ ഏരിയയിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ എനിക്ക് വരുന്ന ഫ്ലോർ ഏരിയ എത്ര വരും? ഇവിടെ 77.8 മീറ്റർ സ്ക്വയർ വരും. ഓക്കെ, ഇനി ആവറേജ് സീലിംഗ് ഹൈറ്റ്. അലമാര വാർഡ്രോബ് എന്ന് പറയും. ഞാനത് അവോയ്ഡ് ചെയ്യും. ശരി, ഇനി സീലിംഗ് ഹൈറ്റ്. നമ്മളെപ്പോഴും ഒരു ബിൽഡിംഗ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏത് ഫ്ലോറും ആവട്ടെ, നമ്മൾ ചവിട്ടി നിൽക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ അല്ലെങ്കിൽ FFL എന്ന് പറയും. മേളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലാബ് ഉണ്ടാവും. ഈ സ്ലാബില് നമുക്ക് ബോട്ടം ഓഫ് സ്ലാബും ടോപ്പ് ഓഫ് സ്ലാബ്, ഇതാണ് സ്ലാബിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. സാധാരണ ഇത് ഒരു 5 ഇഞ്ചോ 4 ഇഞ്ചിനോ 6 ഇഞ്ചിനോ ഇടയ്ക്കൊക്കെ വരാം. 4 ഇഞ്ച് വരാം, 5 ഇഞ്ച് വരാം, 6 ഇഞ്ച് വരാം. അതായത് 100 വരാം, 125 വരാം, 150 വരാം. ഇത് 3 വരാം സ്ലാബിന്റെ തിക്നെസ് അനുസരിച്ച്. ഈ ബോട്ടം ഓഫ് സ്ലാബിനും ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിനും ഇടയ്ക്ക് വേറൊരു ലൈൻ ഉണ്ടാവും. ഇതിനെ നമ്മൾ ഫോൾ സീലിംഗ് ലെവൽ അല്ലെങ്കിൽ FC എന്ന് പറയും. ഈ ഒരു ഫോൾ സീലിംഗ് ലെവലിനും ബോട്ടം ഓഫ് സ്ലാബിനും ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർവീസുകൾ കൊണ്ടുപോകും. നമ്മുടെ ഡക്ട് പോകുന്നതും പൈപ്പ് പോകുന്നതും ഒക്കെ ഇതിനിടയ്ക്കാണ്. ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് തന്നിട്ടില്ല, പക്ഷെ എനിക്കത് അറിയാം. ഈ ഒരു ഹൈറ്റ്, അതായത് ഫോൾ സീലിംഗ് വരെ നമുക്ക് 2.7 മീറ്റർ ഉണ്ട്, അതായത് 2700 മില്ലിമീറ്റർ ഉണ്ട്. ഇതിന്റെ ബോട്ടം ഓഫ് സ്ലാബ് വരെ നമുക്ക് 3900 ഉണ്ട്. അതായത് ഇത് മുതൽ ഇതുവരെ 3.9 മീറ്ററും ഇത് മുതൽ ഇതുവരെ നമുക്ക് 2.7 മീറ്റർ ഉണ്ട്. അപ്പൊ ക്ലിയർലി ഏകദേശം 1.2 മീറ്റർ ഫോൾ സീലിംഗ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ആവശ്യത്തിൽ എലവേഷനിൽ നിന്ന് കിട്ടും. 1.2 മീറ്റർ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഈ സീലിംഗ് ഹൈറ്റ് എന്ന് പറഞ്ഞ് സോഫ്റ്റ്വെയർ ചോദിക്കുന്നത് ഈ ഹൈറ്റ് ആണ്. എത്രയാണ്? 2.7. അത് സാധാരണ ഒട്ടുമിക്ക ബിൽഡിങ്ങിൽ 2.6 മീറ്ററോ 2.7 മീറ്ററോ നമുക്ക് കിട്ടും. ഒരു ആവറേജ് ബിൽഡിംഗ് ഒരു മനുഷ്യന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 അടിയാണ്. കൈയൂടെ പൊക്കുന്ന സമയത്ത് ഏകദേശം 8 അടി വരും. 2.4 മീറ്റർ അടുപ്പിച്ച് വരും. 2.4 മീറ്റർ. അപ്പം കൈ ഉയർത്തുമ്പോൾ തട്ടാൻ പാടില്ലല്ലോ. അപ്പം 2.6 മീറ്റർ, 8 അടിയിൽ കൂടുതൽ എന്തായാലും സീലിംഗ് ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. ശരി, പക്ഷെ ഇവിടെ ചോദിക്കുന്നത് സിമ്പിൾ സീലിംഗ് ഹൈറ്റ് അല്ല, ആവറേജ് സീലിംഗ് ഹൈറ്റ് ആണ്. അതിന് കാരണം സീലിംഗ് എപ്പോഴും ഒരേപോലെ പ്ലെയിൻ ആയിട്ടിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് ഇത് മുതൽ ഇതുവരെ ഇങ്ങനെ സ്റ്റെപ്ഡ് സീലിംഗ് ആയിരിക്കും, ഇങ്ങനെ കർവി ആയിട്ടൊക്കെ വരും. അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ ഭംഗിക്ക് സീലിംഗ് ഇങ്ങനെ ഗോപുരം പോലെയൊക്കെ ഇരിക്കുന്നതാണ് അല്ലേ. അങ്ങനെയുള്ള സമയത്ത് ഇത് മുതൽ ഇതുവരെ നമുക്ക് 2.7 മീറ്റർ ആവാം. ഇത് മുതൽ ഇതുവരെ ഒരു 3.2 മീറ്റർ ആവാം. ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്ന് ഇത് മുതൽ ഇതുവരെ നമുക്കൊരു 2.7 മീറ്റർ ആവാം. ഒരു സ്പേസിനകത്ത് തന്നെ ഡിഫറെന്റ് ഹൈറ്റ് വരുമ്പോൾ ഇതിനെ കൂട്ടുക. 2.7 പ്ലസ് 3.2 പ്ലസ് 2.7/3. അപ്പൊ നിങ്ങൾക്ക് ഒരു ആവറേജ് കിട്ടില്ലേ? ആ ആവറേജ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ സ്റ്റെപ്ഡ് സീലിംഗോ ഇറഗുലർ ഷേപ്പിൽ വരുന്ന സീലിംഗുകളോ വരുമ്പോൾ ആ ഹൈറ്റുകളെ കൂട്ടി അതിന്റെ ആവറേജ് എടുത്തിട്ട് വേണം ഇവിടെ കൊടുക്കാൻ. അതുകൊണ്ടാണ് അത് ആവറേജ് സീലിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ കേസിൽ അത് പ്ലെയിൻ സീലിംഗ് ആണ്. അതുകൊണ്ട് ഇവിടെ എത്ര കൊടുത്താൽ മതി? നമ്മുടെ കേസിൽ 2.7 മീറ്റർ കൊടുത്താൽ മതി. ഈ ഹൈറ്റുകൾ ബിൽഡിങ്ങിന്റെ സെക്ഷണൽ ഡീറ്റെയിൽസിൽ നിന്ന് ആർക്കിടെക്ട് തരണം. അവിടെ നിന്നാണ് നമുക്ക് കിട്ടുക സാധാരണ. ശരി, അപ്പൊ ഞാൻ ഈ ഒരു ഡേറ്റ ഇതിൽ മാർക്ക് ചെയ്യാണ്. ഇവിടെ എത്ര കിട്ടി? 2.7 മീറ്റർ കിട്ടി. ഓക്കെ എടുത്തു.